ടീച്ചർ വിളിച്ചു സത്സംഗം നടത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു 30 ആണെങ്കിലും വേണം, കാരണം 50 പറഞ്ഞാൽ മതി. ഏകദേശം 30 കൂടെ ആൾക്കാർ ഇരിക്കുന്നു. ഞാൻ 30 എന്ന് പറഞ്ഞത് അബദ്ധമായോ കാണിക്കപ്പെടുന്ന ആദ്യം മനസ്സിലായി. കാരണം നമ്മൾ പറയുന്നത് കുറ്റകൃത്യങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞതെന്ന് പറഞ്ഞാൽ 30 കാര്യങ്ങൾ ഉണ്ടാവണം. അപ്പോൾ അത് ഇത് ശരിക്കും അതൊരു അനുഭവമാണ്. ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞെങ്കിലും അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് ഞാൻ ഇവിടെ തന്നെ എണ്ണി നോക്കി. അതിൽ കൂടുതൽ ആൾക്കാരുണ്ട്. നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മുടെ കുടുംബങ്ങളിലുള്ള കൂട്ടായ പ്രാർത്ഥനയും കർമ്മവും. ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താണ്, പ്രാർത്ഥന ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ഈ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കാറില്ലേ ഗുരുവിന്? ഇല്ലേ? എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, എത്രയോ കാലങ്ങളായി ഇല്ലേ? അപ്പോൾ ആ ഗുരുവിനെ കണ്ടെന്നവരാൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പലരും ഇങ്ങനെ നമ്മളോട് ചോദിക്കാറുണ്ട്, ഇത്രയും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടും നമുക്കതിൻ്റെ ഒരു ഫലം മനസ്സിലായില്ല. നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരാത്തതിന് അടിസ്ഥാനമായ ഒരു കാരണമുണ്ട്. അത് പറയാനാണ് ഇത്രയും പറഞ്ഞത്. അതാണ് ഈ കൂട്ടപ്രാർത്ഥനയുടെ പ്രത്യേകത എന്നാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ ഒരാളായി അല്ലെങ്കിൽ 2 പേര്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മുടേതായ സൗകര്യത്തിനാണ് നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ സൗകര്യത്തിന് അല്ലേ? രാവിലെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയമാണ് എന്ത്? ആ സമയത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സമയത്ത് പറയുന്നത് എന്താണ്? ബ്രഹ്മമുഹൂർത്തം അല്ലേ? 3 മണിക്കൊന്നും എഴുന്നേൽക്കണ്ട. അപ്പോൾ നമ്മളുടെ ആ സമയത്ത് ഒരു 5 മണി 4 മണിക്ക് എഴുന്നേറ്റ് 5 മണി മുതൽ പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഒരു 6 മണിക്കും അതാണ് ഉദ്ദേശം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കുന്ന വീടുകൾ വളരെ ചുരുക്കമാണ്. അമ്മ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും, പിന്നെ മക്കളൊക്കെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു, അവരുടെ സൗകര്യങ്ങളിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ എന്താണ് നമ്മുടെ പരമ്പരയിൽ തന്നെ. ഞാൻ ഇവിടെ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാ സ്ഥലങ്ങളിലും അതാണ്. അപ്പോൾ ഈ കൂട്ടായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അഭാവം നമ്മുടെ കുടുംബങ്ങളിൽ വളരെ ശക്തമായി ഉണ്ട്. ആ പ്രാർത്ഥനയുടെ ഒരു കുറവ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു പ്രാർത്ഥന ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വീടിൻ്റെ ഐശ്വര്യം നമുക്ക് വരാത്തതിൻ്റെ കാരണം. ഒരിക്കലും ഇങ്ങനെ ശിശുപൂജിത എടുത്ത് നിൽക്കുന്ന സമയത്ത് ശിശുപൂജിത പറഞ്ഞത്, നമ്മളൊരു ഒരു വീടിനൊരു കർമ്മ സ്വഭാവം ഉണ്ടെന്ന് പറയും. നമ്മുടെ വീടിന് എന്തുണ്ട്? ഒരു കർമ്മ സ്വഭാവമുണ്ട്. ഇപ്പം നമ്മളൊരു വ്യക്തികൾക്കൊരു സ്വഭാവമില്ലേ? അല്ലേ? ഓരോ വ്യക്തികൾക്കും എന്താണ്? ഓരോ സ്വഭാവമുണ്ട്. അപ്പോൾ നമ്മുടെ ആ സ്വഭാവം മാറാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ എന്തുണ്ട്? ഒരു വീടിന് എന്തുണ്ട്? ഒരു വീടിനൊരു കർമ്മ സ്വഭാവമുണ്ട്. മനസ്സിലായി? ആ വീടിൻ്റെ കർമ്മ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ആ കർമ്മ സ്വഭാവം എന്ന് പറയുന്നത് അത് ദർശനമുള്ളവർക്ക് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൽ നമ്മുടെ പൂർവികന്മാരും നമ്മളുമായി ആരാധിച്ചു പോയ ആരാധന സ്വഭാവത്തിൻ്റെ ഒരു സങ്കല്പം ഉണ്ടാവും. മനസ്സിലായില്ലേ? നമ്മുടെ പിതൃക്കളുടെ ഒരു സ്വാധീനം നമുക്കുണ്ടാവും. അപ്പോൾ ഒരിക്കൽ ശിശുപൂജിത ഒരു വീട്ടിൽ ഓങ്കാരം വെക്കുന്ന സമയത്ത് അവിടെ ദർശനമുള്ള ചില സന്യാസിനിമാർ കണ്ട ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. ആ പ്രതിഷ്ഠ അവിടെ വെക്കുന്ന സമയത്ത് ആ പ്രതിഷ്ഠയിലേക്ക് എന്താണ് ഈ സർപ്പങ്ങൾ, മനസ്സിലായില്ലേ, പാമ്പിൻ്റെ അതൊക്കെ അങ്ങനെയുള്ള ഈ ആരാധനാ സ്വഭാവത്തിലുള്ള ഇതെല്ലാം വന്ന് ആ ഓങ്കാരത്തിലേക്ക് ലയിച്ച് ചേരുകയാണ്. അതെന്തുകൊണ്ടാണ്? ആ സ്ഥലത്ത് നമുക്കറിയില്ലല്ലോ, ആ സ്ഥലത്ത് എന്തുണ്ട്? ഏതോ നമ്മൾ ജീവിക്കുന്ന സ്ഥലം എന്നുള്ളത് ഈ ഭൂമി ഉണ്ടായ കാലം മുതലുള്ളതാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആരാധനാ സ്വഭാവങ്ങൾ എന്തുണ്ട്? അവിടെ പണ്ട് സർപ്പക്കാവായിരുന്നാണ്. അവർ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം ആ വീടിന് ഉണ്ടാവില്ലേ? നമ്മൾ എത്ര കാട് വെട്ടിത്തെളിച്ച് വലിയ വീട് വെച്ച് നമ്മൾ താമസിച്ചാലും കണ്ടില്ലേ പല വീടുകളിലും ഇല്ലേ? ആ വീടുകളിലെ ദുരന്തങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് ബാഹ്യമായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഈ ആന്തരികമായ വശത്തെക്കുറിച്ചാണ് ഞാൻ വന്ന് ഗുരു അറിയിച്ചത്. എന്താണ്? ഇങ്ങനെയുള്ള ആരാധനാ സങ്കല്പങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പിതൃക്കൾ നമ്മുടെ വീടിനെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് ഈ ഓങ്കാരത്തിൽ വന്ന് ലയിച്ചു ചേർന്നത്. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ വീടുകളിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വീടിനെ സ്വാധീനിച്ചു നിൽക്കുന്ന
നമ്മൾ നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന നമുക്കത് നേരങ്ങൾ കാണാൻ പറ്റില്ല. അന്തരീക്ഷ മാലിന്യങ്ങളായി നമ്മളെ പിന്തുടരുന്ന നമ്മുടെ പൂർവികന്മാരും ആരാധനാമൂർത്തികളും എന്തുണ്ടാവും, ഒരു സ്വാധീനം നമ്മളിൽ ഉണ്ടാവും. ഞാൻ വെറുതെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഒരു ജീവൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നല്ലതും ചീത്തയുമായ പിതൃക്കളുണ്ടാവും. ഈ തെറ്റായി സ്ഥാനം തെറ്റി നിൽക്കുന്ന പിതൃക്കളായി നിൽക്കുന്ന നമ്മുടെ കുടുംബത്തിൽ അവരെന്ത് ചെയ്യും? അവർ നമ്മളെ സ്വാധീനിച്ച് നമ്മളെ വീട്ടിൽ എന്തുണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവില്ല. മനസ്സിലായില്ല? അപ്പം നമ്മുടെ അച്ഛനും നല്ല സ്നേഹമുള്ള കുടുംബമാണെങ്കിലും അവരെന്ത് ചെയ്യും? പരസ്പരം ചില വീടുകളിൽ വഴക്കുണ്ടാവും, നിസ്സാരമായ കാര്യത്തിൽ. ചില ഭാര്യ ഭർത്താവ് അടി കൂടുന്ന വീടുകളൊക്കെ ഉണ്ട്. തമാശ പറയല്ല, ഭാര്യ ഭർത്താവ് ചിലപ്പോൾ അടിക്കും, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അപ്പോൾ മനസ്സിലായി. ഇപ്പം ഞാനൊരിക്കലും കൊല്ലത്തൊരു പ്രവർത്തിക്കുന്ന സമയത്തൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 2 പെൺകുട്ടികളും പിന്നെ അച്ഛനും അമ്മയാണ്. അപ്പോൾ ഞാനവിടെ യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് അവിടെ അടുത്ത് പോയപ്പോൾ ആ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് പോയതാണ്. അപ്പോൾ പോയി ഞാൻ അവിടെ ചെന്ന സമയത്ത് ഞാൻ അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ്, എന്തോ ഒരു ഫീൽ ഉണ്ടായി. അപ്പം ഞാൻ അവരോട് പറഞ്ഞ വിഷയം ഇതാണ്: നിങ്ങളുടെ വീട്ടിലെ അച്ഛനെയും മക്കളും ജീവിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹത്തോട് ജീവിക്കണം. നിങ്ങളുടെ തെറ്റിക്കുന്ന ഈ പിതൃക്കളുണ്ടാവും, അവരെന്ത് ചെയ്യും? നിങ്ങളെ പരസ്പരം കലഹിച്ച് നിസ്സാര കാര്യത്തിനോട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ ഉപയോഗിച്ച് ചിലപ്പോൾ അത് എന്ത് ചെയ്യും? അവരെ ശാരീരിക ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഭാര്യ ഭർത്താവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ അവർ ചിലപ്പോൾ അടി കഴിഞ്ഞിരിക്കുക. സത്യമായിട്ട് പറഞ്ഞ അനുഭവം ഞാൻ പറഞ്ഞത്, അവരെന്തോ കാര്യത്തിന് വേണ്ടി കുട്ടികളെ മക്കളെ അടിച്ചു, ആ ഭാര്യ അടിച്ചു, അയാളിങ്ങനെ അടിച്ചിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പോകുന്നത്. ആ സമയത്താണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ അവർ വിചാരിച്ച് അവർ രണ്ടുപേരും അങ്ങനെ എത്തിപ്പോയി. അവരൊരിക്കലും പ്രതീക്ഷിച്ചില്ല എങ്ങനെ ഒരു വാക്ക് വരും. അപ്പോൾ ഗുരുവായിട്ട് പറയിപ്പിച്ചതാണ്. അപ്പോൾ അവർ കാരണം അവർക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയം പോലും കിട്ടിയില്ല. അത് വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ, അവർക്ക് അങ്ങനെ പറയൂല്ലല്ലോ. അപ്പോൾ ഇവരാകെ അതെന്തോ അപ്പോൾ അവർക്ക് ആ വിഷമമായി, അവർക്ക് സങ്കടം, അവർ കരഞ്ഞു നിന്നു. മനസ്സിലായി? അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ ഈ ഒരു കർമ്മ സ്വഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? നിയന്ത്രിക്കുന്നത് നമ്മളല്ല. ചില വീടുകൾ കണ്ടില്ലേ, ഇപ്പോൾ പുറത്തുള്ള വീടുകളിലൊക്കെ ചില ആ ദുർബല നിമിഷത്തിൽ നമ്മളറിയാതെ ഒരു അടിയെടുത്ത് അടിച്ചതായിരിക്കും. ചിലപ്പോൾ എവിടെയും അസ്ഥാനത്ത് കൊണ്ടാൽ എന്ത് ചെയ്യും? ഇല്ലേ, ചേട്ടൻ അനിയനെ അടിച്ചു കൊന്നൊരു പത്രത്തിൽ വായിക്കാറില്ലേ? പിന്നെ നമുക്ക് കുറ്റബോധം ഉണ്ടോ? അയ്യോ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു, നമുക്ക് തന്നെ തോന്നാറുണ്ട് അല്ലേ? നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ അയ്യോ അങ്ങനെ പറയേണ്ടില്ലായിരുന്നു അല്ലേ? അപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകൾക്ക് നിങ്ങൾ ഒരിക്കലും വലിയ വാക്കെടുത്ത് പ്രയോഗിക്കും. ഇപ്പോൾ ചില വീട് കണ്ട് ചില കുട്ടികൾ അമ്മമാർ പറയും, മോനെ ഗെയിം കളിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ മൊബൈലൊക്കെ മേടിച്ച് വെക്കും. ആ പയ്യൻ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യുന്നില്ലേ? നമ്മൾ പത്രത്തിൽ വായിക്കാറില്ലേ? അത് അവൻ മരിക്കാൻ വേണ്ടി പറയുന്നതാണോ? അല്ല, അവനോട് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. നീ ഇപ്പോൾ മൊബൈൽ എത്ര ഉപയോഗിക്കും, നീ പഠിക്കുന്നതിന് അവനെ കുറച്ചേരം പിടിച്ചു വെക്കും. അപ്പോൾ അവനത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. അവനെന്ത് ചെയ്യും? തൂങ്ങി മരിക്കുന്നത്. അങ്ങനെ എന്തോ അത് നമ്മുടെ വീടുകളിലൊക്കെ ഇതുണ്ട്. ഈ സ്വാധീനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ കുടുംബത്തിലും, അതാണ് ഗുരു പറഞ്ഞത്, ആ വീടിൻ്റെ നിയന്ത്രിക്കുന്നത് ആ നമ്മുടെ സൂക്ഷ്മ ശക്തികളായി നിൽക്കുന്ന ഇവരാണ്. അതിലാണ് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നത്? അതിൽ പെട്ടിരിക്കുകയാണ്. നമ്മൾ ആശ്രമത്തിൽ പോയി ഗുരുവിശ്വാസം ഇവർ പോകുന്നില്ല. അവർക്ക് എന്താണോ വേണ്ടത് അത് പോയി കൊടുക്കണം. എന്താണ് ഞാൻ പറഞ്ഞു തരാം, അതാണ് ഗുരുപൂജ ചെയ്യാൻ. അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആശ്രമത്തിൽ എത്താനുള്ള കാരണം എന്താ? നമ്മുടെ കുടുംബത്തിൽ ഏതോ ഒരു നന്മ ചെയ്ത ഒരു പിതൃവിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ആശ്രമത്തിൽ. നമ്മുടെ ഭാഗ്യം കൊണ്ടല്ല, അത് ഗുരു പറഞ്ഞ കാര്യമാണ്. നമ്മുടെ കുടുംബത്തിൽ ഏതോ ഒരു നല്ല ഒരു ജീവാത്മ പിതൃണ്ട്. ആ പിതൃവിന് വന്ന് ഈ പരമ്പരയിൽ വന്ന് ജനിക്കണം. മനസ്സിലായി? ഗുരു പരമ്പര ജനിക്കാൻ വേണ്ടി ആ പിതൃവിൻ്റെ സ്വാധീനം കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ ഗുരുവിലേക്ക് എത്തിയത്. അപ്പോൾ ആ പിതൃവ് നോക്കുമ്പോൾ അപ്പോൾ അതുപോലെ ചീത്തയായി നിൽക്കുന്ന പിതൃക്കളുണ്ടാവും. മനസ്സിലായില്ല? അപ്പം നല്ല രീതിയിൽ നിൽക്കുന്ന പിതൃവുണ്ട്. അപ്പോൾ അവർ ജനിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർ ജനിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്ത് വേണം? അങ്ങനെ ജന്മയോഗ്യമായ ഒരു തലമുറ നമുക്ക് വേണ്ടേ? അപ്പോൾ അവർ നോക്കുമ്പോൾ നമ്മൾ രാവിലെ പ്രാർത്ഥനയില്ല, നമ്മുടേതായ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു വേദനയുണ്ട്. പിതൃവിൻ്റെ ശാപം നമുക്ക് കിട്ടുന്നത് വെറുതെ പറയില്ലേ, നമ്മളൊരിക്കലും രക്ഷപ്പെടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഈ പിതൃക്കൾ ഇവരെ എന്ത് ചെയ്യണം? നമുക്ക് ഭയങ്കര പെയിൻ്റൊക്കെ അടിച്ച് ഭയങ്കര കുട്ടിയൊക്കെ ഇട്ട്
അല്ലേ? നല്ല വീടൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരു വൃത്തിയാകുമോ? ഇല്ല. അത് ഭൗതികമായ ഒരു ഭയങ്കര പ്രകാശം കഴിഞ്ഞ കാര്യമില്ല. അതിൽ ഒരുപാട് ലൈറ്റൊക്കെ ഇട്ട് അല്ലേ? അതല്ല, അത് വേണം. അതോടൊപ്പം നമ്മുടെ വീടിൻ്റെ ശുദ്ധീകരണം നടക്കണമെങ്കിൽ നമ്മളെന്ത് വേണം? നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാവണം. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകണം. പ്രാർത്ഥന ഉണ്ടാകുമ്പോഴാണ് എന്ത് വരുന്നത്? ഗുരു നമ്മുടെ വീട്ടിലുണ്ടാകണം. അതാണ് ഒരിക്കൽ ശിശുവേദ പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മുടെ വീടുകളിലേക്ക് ആ ഗുരു വന്ന് അവിടെ ഇരിക്കണം. ഗുരു വന്നിരുന്നാൽ അവിടെ എല്ലാ ഐശ്വര്യം ഉണ്ടാവില്ല. അപ്പോൾ ഗുരു ഗുരു ഒരിക്കൽ ഒരു ദർശന സ്വഭാവത്തിൽ ശിശുപൂജിത പറഞ്ഞത്, ഗുരു ഓരോ വീടിൻ്റെയും ഉമ്മറപ്പടിയിൽ വന്നിങ്ങനെ നോക്കി നിൽക്കുക. ഗുരുവിൻ്റെ പ്രകാശം ഗുരു വന്ന് നോക്കുക അന്ന വീട്ടിലേക്ക്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക? ഗുരു എപ്പോഴാണ് വരിക? കുറച്ചൊക്കെ വരിക. 8 മണിക്കൊന്നുമല്ല. നമ്മൾ 8 മണിക്ക് എണീക്കുന്ന ഗുരു പോയിട്ടുണ്ടാവും അല്ലേ? നമ്മൾ കുളിച്ച് പിടിച്ച് വരുമ്പോഴേക്ക് ഗുരു പോയി. അപ്പോൾ ഗുരുവിൻ്റെ ആ പ്രകാശം എന്താണ്? നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ കത്തിച്ച് വെച്ച ആ വിളക്കില്ലേ, ആ വിളക്കിലേക്കാണ് ഈ പ്രകാശം വന്ന് ലയിക്കുന്നത്. മനസ്സിലായില്ലേ? ആ സമയത്ത് നമ്മൾ 8-7 മണിക്ക് എഴുന്നേറ്റ് അത് വിളക്ക് കത്തിക്കുന്ന കാര്യം നേരത്തെ ഞാൻ പറയാം. അപ്പോൾ എന്താണ്, നമ്മൾ ഈ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അന്തരീക്ഷത്തിൽ പ്രാർത്ഥന എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഗുരു എന്ത് ചെയ്യും? ഗുരു അകത്തേക്ക് വരില്ലേ? ഗുരു പോകും, തിരിച്ചു പോകും. എന്നിട്ട് ഗുരു ഞങ്ങളെ രക്ഷിച്ചില്ല, ഗുരു ഞങ്ങൾക്ക് ഒരു അനുഭവം തന്നില്ല. ഇത് അനുഭവമുള്ള പരമ്പരയത് അല്ലേ? നമുക്ക് അങ്ങനെ ഒരു അനുഭവത്തിൻ്റെ കണിക പോലും കിട്ടിയില്ലെങ്കിൽ എന്താ? കാരണം ആരാ? ഗുരുവാണ് അല്ലേ? നമ്മളാണ്. നമ്മുടെ പരമ്പരയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മുടെ അനുഭവമാണ്. അനുഭവം എന്ന് പറഞ്ഞാൽ ഭൗതിക അനുഭവം മാത്രമല്ല, ആ ദർശനിക അനുഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ അനുഭവങ്ങൾ നമുക്ക് വരാൻ പോകുന്ന ഒരു വിപത്തിനെ നമുക്ക് മുൻകൂട്ടി കാണാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അല്ലേ? ഒരു അപകടം ഒന്നും രക്ഷപ്പെടുന്നില്ല. പലരും പലരും കാണാറുണ്ട് അത്. അപ്പോൾ ഗുരു നമ്മളെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മളെ നല്ല മൂടി പോയിച്ച്, പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആണെങ്കിൽ, പിന്നെ മഞ്ഞുകാലം തണുപ്പൊക്കെ അല്ലേ. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും സുന്ദരമായ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഈ അതിരാവിലെ ഉണ്ടല്ലോ, ഒരു 5 മണി 6 മണിക്ക് ഇങ്ങനെ മൂടി പോയിച്ച് കിടക്കുക എന്ന് പറയുന്നത് ഇതിൽ പല സുഖം വേറെ ഒന്നും കിട്ടാറില്ല. ഭയങ്കര ഒരു സത്യം. ഞാൻ എത്ര ഉറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് കുറ്റം പറയും. ഇപ്പം സെമിനാരി കാര്യം പിന്നെ അതിന് മുമ്പൊക്കെ എഴുന്നേറ്റ് ഞാൻ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏതാണ് ഇങ്ങനെ ആ സമയം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു അന്തരീക്ഷമാണ്. നമ്മളെ പിടിച്ചങ്ങനെ കിടത്തിക്കണം. നമ്മളിങ്ങനെ എഴുന്നേക്കാൻ നോക്കുമ്പോൾ ആദ്യം പറയും ഒരു 5:15 എണീക്കാം, പിന്നെ 5:30 എണീക്കും, ഇങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഒരു 5:45 ഇങ്ങനെ പോയി നമ്മളെന്ത് ചെയ്യും? ഞാൻ പറയുന്നത് സത്യമല്ലേ? എനിക്ക് അനുഭവമാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ഗുരു പിറ്റേ ദിവസം ഗുരു വരും, അന്നും നമ്മൾ. അപ്പോൾ ഗുരുവിൻ്റെ ഒരു വേദനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. തമാശയല്ല, ഗുരുവിൻ്റെ ഒരു വേദന. ആ ഒരു പ്രകാശം ആ വീട്ടിൽ കൊടുത്താലേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ അന്തരീക്ഷം മാറ്റി നിൽക്കും. എതിർക്കളെ നമ്മളെ അടിക്കുക. ഇവർ നമ്മളെ തമ്മിൽ തെറ്റിച്ചിട്ട് ഇവരെന്ത് വെച്ചാൽ അതിൽ സുഖം കണ്ട് സന്തോഷിക്കുന്നവരാണ് ഇവർ. മനസ്സിലായില്ലേ? യേശുവിൻ്റെ കുരിശിൽ തറയ്ക്കുമ്പോൾ പിശാചി ചിരിക്കുന്നുണ്ടല്ലേ? പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ചില ഇത് കാണാം. ചില പൈശാചികൾ എന്ത് ചെയ്യും? യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ, അതുപോലെ പ്രവാചകനെ അങ്ങനെ അടിച്ചോടിച്ചപ്പോൾ, അങ്ങനെ നമ്മുടെ ഗുരുവിനൊക്കെ തന്നെ അവർ വേദനിച്ചപ്പോൾ ഈ ശക്തികൾ എന്ത് ചെയ്യും? അവരിങ്ങനെ ചിരിക്കും. അവർ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ ആൾക്കാർ തന്നെ മുകളിൽ നിന്നിട്ട് നമ്മളെ പരസ്പരം വെറുതെ വഴക്കൂടും. നമ്മൾ വലിയ കാരണമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമ്മൾ സമാധാനമില്ല, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് അപ്പോൾ ഇങ്ങനെ ചിരിക്കും. അപ്പം നമ്മളിങ്ങനെ വിഷമിക്കും. അപ്പം വിഷമിക്കുന്ന ആരാ? ഗുരുവാ വിഷമിക്കൂലേ? സന്തോഷിക്കുന്ന ആരാ? ഈ ശക്തികളാണ്. അപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കേണ്ട ആരെയാണ്? ഗുരുവിനെ സന്തോഷിപ്പിക്കണേ. നമ്മൾ തലകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ ഗുരു പറഞ്ഞില്ല. ഒറ്റക്കാലം നിന്ന് പ്രാർത്ഥിക്കുക, 5-6 മണിക്കൂർ നിന്ന് പണ്ടത്തെ എത്രയാണെന്ന് പറയില്ല. ഗുരു എന്താ പറഞ്ഞത്? നിങ്ങൾ ആ ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു കുറച്ച് സമയം നിങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പ്രാർത്ഥിക്കും അല്ലേ? കുറച്ച് സമയം ഒരു കീർത്തനയും ഒന്ന് ചൊല്ലി, ഒരു അഖണ്ഡനാമം ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ആ സമയത്ത് ആ സമയത്താണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ ഗുരുവിന് എന്തുണ്ടാവും? ഒരു സന്തോഷം ഉണ്ടാവും. മറ്റേ ശക്തികളുണ്ട്, അവരുടെ ശക്തി ക്ഷയിച്ചു വരും. ഇപ്പോൾ അവരുടെ ശക്തി കൂടി വരികയാണ്. നമ്മൾ വീടുകളിൽ അവരിങ്ങനെ വളർന്നു വന്നിട്ട് നമ്മളിങ്ങനെ ആക്രമിക്കാൻ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം?
ആ ഒരു ഞാൻ പറഞ്ഞു വന്നത് ഈ കൂട്ടായ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ 5 ആളുകളുണ്ടെങ്കിൽ ഈ 5 ആളുകൾക്കും 5 കർമ്മ സ്വഭാവമായിരിക്കും. മനസ്സിലായില്ലേ? ചില ആളുകൾ ആശ്രമത്തിൽ വെച്ച് കൊന്നാ വരില്ല, ഞാൻ വരില്ല, അച്ഛനമ്മ ഞാൻ വരില്ല, കുട്ടികൾ വരില്ല. ചില ആളുകൾ തിരുവനന്തപുരത്ത് ആശ്രമത്തിൽ പോയാൽ തന്നെ ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെയെങ്കിലും സ്കിപ്പായി എവിടെയെങ്കിലും ഓടി ഒളിക്കും. എന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് പോകില്ല. ചിലപ്പോൾ അച്ഛനും അമ്മ വേറെ പോവും, അച്ഛൻ വേറെ പോവും, കുട്ടീനെ മോനെ കാണും, മോനെ വേറെ എവിടെയെങ്കിലും അപ്പം തന്നെ ക്യാൻറ്റീനിൽ പോവും, അല്ലേ? അപ്പം ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകളുണ്ട് നമ്മുടെ വീടുകളിൽ. നമ്മുടെ ഈ തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ചില വ്യക്തിയിലേക്കായിരിക്കും സ്വാധീനിക്കുക. എല്ലാവരും ഇത് പിടിക്കില്ല. ഈ പിടിക്കുന്നവൻ എന്തെങ്കിലും പ്രാർത്ഥിക്കില്ല. മനസ്സിലായില്ല? അപ്പം എല്ലാ കൂട്ടമായ അതാണ് ഈ ഇന്നത്തെ വിഷയം. കൂട്ടപ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു വ്യക്തിയിൽ ഒരു കുറവുണ്ടെങ്കിൽ അപ്പം നമ്മൾ കൂട്ടമായിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നതും നമ്മളിങ്ങനെ കൂട്ടമായി സത്സംഗം ഗുരു എപ്പോഴും പറയുന്നത് എന്താ? നിങ്ങൾ ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കരകാലമാണ്. എല്ലാവരും സംഘടിച്ച് ചെയ്യണം, അല്ലേ? നമ്മൾ കർമ്മം ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നു, സത്സംഗം നടത്തുന്നു. അപ്പം നമ്മുടെ വീടുകളിൽ പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ 5 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 5 പേര് ഒരുമിച്ച് ഗുരുവിനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ 5 പേരിലും വ്യത്യസ്തങ്ങളായ കർമ്മശേഷി. ഒരാൾക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു കഴിവായിരിക്കും, ചില ആൾക്കാർക്ക് കർമ്മം ചെയ്യുന്നതായിരിക്കും, ചില ആൾക്കാർ സങ്കല്പത്തിലെ, ചില ആൾക്കാർക്ക് 3 ഉണ്ടാവും, ചില ആൾക്കാർ ഭക്തി കൂടുതലായിരിക്കും, അല്ലേ? അങ്ങനെയുള്ള നല്ല ഗുണവിശേഷങ്ങൾ പലരിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഗുരുവിനെ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കാന്ന് അറിയാം? ഇത് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടും. മനസ്സിലായില്ല? ഇപ്പോൾ ഒരാൾക്ക് കർമ്മമില്ലെങ്കിൽ കർമ്മമുള്ള ഒരാളും പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള കുറവുള്ള ആളിലേക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു ഗുണം വന്നു ചെയ്യും. മനസ്സിലായില്ല? കർമ്മം ചെയ്യാൻ മടിയുള്ളവൻ്റെ കർമ്മത്തിൽ ചെയ്യുന്ന ഒരു ആളെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ആ ആൾക്ക് കർമ്മ സ്വഭാവം എത്തിച്ചേരും. മനസ്സിലായില്ല? ഇതിങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ ഓരോ വ്യക്തിയിൽ അതാണ് ഗുരു പറഞ്ഞത്, നിങ്ങൾ സത്സംഗം എന്നാണ്. അപ്പം എന്ത് ചെയ്യുന്നു? ഒന്നത്. രണ്ടാമത് എന്താണ്? രണ്ടാമത് ഒരു സത്സംഗത്തിലായാലും കൂട്ടപ്രാർത്ഥനയിലായാലും ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തി കുറച്ച് ജീവൻ്റെ ഒരു ഇത്രയും ഉയർന്ന അവസ്ഥയിൽ നിൽക്കുന്നൊരു ജീവൻ ഉണ്ടാവും ഈ കൂടിയിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരാൾ. അപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി വരുന്ന പ്രകാശത്തിൻ്റെ ഒരു പല സ്വഭാവത്തിലേ വരിക. അപ്പോൾ ആ വ്യക്തിയിലേക്ക് നല്ല ആ രീതിയിൽ റേഞ്ച് കൂടിയ ഒരു പ്രകാശം വരും. മനസ്സിലായില്ല? അപ്പോൾ എന്ത് പറ്റും? അതെല്ലാവർക്കും കിട്ടൂലേ? മറ്റേ ആൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റേഞ്ചിനനുസരിച്ചുള്ളൊരു പ്രകാശം വരുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ചില മഹാത്മാക്കൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ മഴ പെയ്യും. അതെന്തുകൊണ്ടാണ് ആ മഴ പെയ്യുന്നത്? ആ മഹാത്മാവിന് വേണ്ടി പെയ്യുന്ന മഴയായിരിക്കും. പക്ഷെ അതെല്ലാവർക്കും കിട്ടൂലേ? ആ നാട് മുഴുവൻ കിട്ടൂലേ? അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു കൂട്ടപ്രാർത്ഥനയുടെ പ്രാധാന്യത്തിൽ ഇവിടെ നമ്മുടെ ഗുണവിശേഷങ്ങൾ പരസ്പരം കൈമാറുമ്പോൾ നമ്മുടെ ആ കുറവുകൾ കുറഞ്ഞു പോകും. മനസ്സിലായില്ലേ? നമ്മളിലേക്ക് എന്തെങ്കിലും നന്മ വരുമ്പോൾ എന്താ സംഭവിക്കുക? ആ തിന്മ മാറിക്കൊണ്ടിരിക്കും കുറച്ച്. അതിന് അളവ് കുറയും. പക്ഷേ എന്ത് ചെയ്യും? അതൊന്ന്. രണ്ടാമതെന്താണ്? അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിനൊരു സന്തോഷമുണ്ടാകും. മനസ്സിലായി? ഗുരുവിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. മനസ്സിലായില്ലേ? നമ്മുടെ ഈ കലിയുഗത്തിൻ്റെ ധർമ്മം എന്താ? നാമസങ്കീർത്തനം എന്നാണ് ഗുരു പറഞ്ഞത്, അല്ലേ? അതാരെയാണ്? ഗുരുവിൻ്റെ ആ അഖണ്ഡനാമം. അതാണ് നമ്മുടെ ഈ കലിയുഗത്തിൻ്റെ മന്ത്രം. അതാണ് ഗുരു നമുക്ക് അശരീരിയായി ആ ദൈവത്തിൽ നിന്ന് കിട്ടിയ ആ മന്ത്രം. അത് എന്തിനു വേണ്ടിയുള്ളതാണ്? എന്നെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ സകലവിധ ദോഷങ്ങളും, അല്ലേ, വിഷമങ്ങളും ദുഃഖങ്ങളും മാറി എല്ലാ നന്മകളും വന്നു ചേരുന്ന ഗുരു ആദ്യസംഘത്തിൽ ലയിക്കുന്ന ആ സമയത്തിൽ ഗുരു പറഞ്ഞു. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ ഗുരു പറഞ്ഞിരിക്കുന്ന വാക്ക് അത് സത്യമായി വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ചിട്ട് എന്ത് പറ്റും? അപ്പോൾ നമ്മൾ ഓരോ ആളുകളോട് ഇടപഴകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഒരാൾക്ക് ഒരു വിഷമം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അവർ കാര്യം പറയും, അവർക്ക് ചെറിയൊരു വിഷമമുണ്ട്, അവർക്കൊരു തടസ്സമുണ്ട്. അപ്പോൾ ഗുരു അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ 2 പേരോട് ഞാൻ ചോദിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കുന്നു? പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴാണ് പ്രാർത്ഥിക്കുക? അപ്പം ഭാര്യ പറഞ്ഞു, ചേട്ടൻ രാത്രി കിടക്കുന്ന വരെ എന്താണ് TV എന്തൊക്കെയോ വെച്ച് പാടും സിനിമയെ കണ്ടിരിക്കും. പുള്ളി 2 മണിക്കൊക്കെ കിടന്നുറങ്ങുക, പുള്ളി രാവിലെ എണീക്കുകയില്ല. അപ്പോൾ പുള്ളിക്കാരത്തെ എപ്പോഴാണ് എണീക്കുന്ന ഞാൻ ചോദിച്ചില്ല. അവരും ലേറ്റായിട്ടൊക്കെ. അപ്പോൾ എന്ത് പറ്റി? അവർ 8 മണിക്ക് അവർ സൗകര്യത്തിന് അവർ പ്രാർത്ഥിക്കുന്നത് ചിരിക്കുന്നുണ്ടോ? അപ്പോൾ പ്രേമേട്ടൻ ഫുൾ TV ആണ്. അതാണ് പെട്ടെന്ന് ഞാൻ ചോദിക്കാം. അപ്പോൾ സ്ത്രീ ചിരിക്കണമെങ്കിൽ അപ്പോൾ അവർ പറയാണ്, ആ ഭാര്യ പറയാണ്,
പുള്ളിക്കാരൻ ആ 2 മണി വരെയൊക്കെ ഇത് എന്താണ് അന്ന് ഇപ്പോഴല്ല കുറേ മുമ്പാണ്. അന്ന് ഈ മൊബൈലൊന്നും അത്ര ആയില്ല. ചാനലൊക്കെ സിനിമയും കണ്ടിരിക്കും, രാവിലെ നോക്കില്ല. പിന്നെ വൈകിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. വൈകിട്ട് നമ്മൾ സംസാരണം അത് തന്നെ എപ്പോഴൊന്നുമില്ല. അപ്പം നമ്മുടെ ജീവൻ ഒരു കുറവ് മാറണമെങ്കിൽ ആദ്യം നമ്മുടെ സൗകര്യത്തിനല്ല പ്രാർത്ഥിക്കുന്നത്. ഗുരുവിൻ്റെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മളിഷ്ടം തോന്നുമ്പോൾ നമ്മുടെ ഒരു കുറവ് മാറാൻ വേണ്ടി ഒരു കാര്യം പറയുന്നു. നമ്മുടെ സൗകര്യത്തിന് പ്രാർത്ഥിക്കാൻ എന്ത് പറ്റും? ആ കുറവ് മാറും ഇല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞത്, നമ്മൾ ആ കൂട്ടമായി പിന്നെ രണ്ടാമത്തെ വിഷയം എന്താ? മൂന്നാമത്, നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? പല ശക്തികളും വന്ന് ആ ഉറങ്ങുന്നത് പേടിപ്പിക്കാൻ പറയില്ല കേട്ടോ, പേടിപ്പിക്കാൻ നന്നായിരിക്കും എനിക്ക് തോന്നുന്നു. ഈ കിടന്നുറങ്ങുമ്പോഴേ ഈ നീചമായ ശക്തികളൊക്കെ വന്ന് ആ വ്യക്തിയിലേക്ക് കയറി പോകുന്നതാണ്. പിന്നെ അല്ലെങ്കിലേ കിടന്നുറങ്ങുകയാണ്. പ്രാർത്ഥിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഈ നന്മകൾ ആ സമയത്ത് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് യേശു ക്രിസ്തു പറഞ്ഞ ശിഷ്യന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്ത് പറ്റി? അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, അവർ ഉറങ്ങിപ്പോയി. അവർ പിശാചി കയറി പ്രവർത്തിച്ചില്ലേ. ഇത് വളരെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ശക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നടന്നിടന്ന് മുന്നോട്ട് പോയാലേ ചിലപ്പോൾ ഞാൻ വീണു പോകും. ഞാൻ വീണ പ്രശ്നം ഇങ്ങോട്ടേക്ക് അങ്ങോട്ട്. അപ്പോൾ ഈ അതാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ പോലും കിടത്തി ഉറക്കി. പിന്നെ നമ്മുടെ കാര്യം പറയണം അല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ്. നമ്മളെ ഏറ്റവും വലിയ ആയുധം എന്താണ്? പ്രാർത്ഥനയാണ്. അല്ല വലിയ വടിയെടുത്തടിക്കലല്ല. നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിച്ചൊരു സങ്കല്പം ചെയ്താൽ ഒരു ശക്തിയും നമ്മൾ അടുക്കില്ല അല്ലേ. അനുഭവമുള്ള ശിഷ്യൻ്റെ മുന്നിൽ ദേവീദേവന്മാർ ഒരു കാര്യമേ അല്ല എന്ന് വായിച്ചില്ലേ ദേവസ്വം ഗുരുസംഘം അവസാനം പറയുന്നില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശിഷ്യൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് നമുക്ക് പ്രാർത്ഥന വേണം. പിന്നെ എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് ചിലപ്പോൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ 22 മിനിറ്റായി. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ നമ്മളെ ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, വലിയ സമയം പോകും. നമ്മൾ ആശ്രമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരു വാസനാമയമായ പല കർമ്മങ്ങളുണ്ട്. ഇപ്പോൾ രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ആഹാരത്തിൽ പല പല പ്രശ്നങ്ങൾ നമുക്കുണ്ട് അല്ലേ. അത് നമ്മളൊരു അതൊരു വാസനയാണല്ലോ. പിന്നെ നമ്മൾ പരസ്പരം പല കുറവുകൾ എല്ലാത്തിനും ഞാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറവ് നമുക്ക് ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ആശ്രമത്തിൽ ചെല്ലുമ്പോൾ പറയും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള കുറേ ചിട്ടകൾ ഗുരു വെച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ചിന്തിച്ച് നോക്കി അപ്പം നമ്മളിപ്പം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഭൗതിക കർമ്മ സ്വഭാവത്തിൽ നമ്മൾ കുറേ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കുറവുകളൊക്കെ മാറി വീണ്ടും ആവർത്തിച്ച് വരുന്നുണ്ട് അല്ലേ. ചില കാര്യങ്ങൾ കുറച്ച് കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രാർത്ഥിക്കുന്നതിന് നമ്മൾ ഒരാഴ്ച നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്, 2 ആഴ്ച പ്രാർത്ഥിച്ച്, 3 ആഴ്ച കഴിയുമ്പോൾ ഇപ്പോൾ 40 ദിവസം വ്രതം കഴിഞ്ഞില്ലേ, അങ്ങനെ കണക്ക്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം കിടന്നുറങ്ങാം അല്ലേ. പിന്നെ നമ്മൾ ആ സ്വഭാവം. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത്? നമ്മുടെ ഏതെല്ലാം കുറവുകളുണ്ടോ ഈ കുറവുകളൊക്കെ മാറാൻ വേണ്ടി ആണ് ഈ പ്രാർത്ഥന. മനസ്സിലായില്ല? ഏതൊരു കാര്യം കൊണ്ട് മറ്റെല്ലാ കുറവുകളും മാറിക്കിട്ടുമോ അതാണെന്ത് പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാതെ നമ്മൾ ഭൗതികമായിട്ട് ഏതെങ്കിലും ഒരു കാര്യം നമ്മളിപ്പം അതിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടി നമ്മൾ നന്നാവാൻ ശ്രമിച്ചാലും വീണ്ടും അത് കടന്നു വരും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ആ പ്രാർത്ഥന ഇല്ലാതെ ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ല? പിന്നെ എന്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്ക് എങ്ങനെ അത് പറ്റാം? അതിനെക്കുറിച്ച് ഒന്ന് പറയണം. അപ്പം ഞാൻ തന്നെ പണ്ടൊക്കെ നമ്മൾ ഏകദേശം രാവിലെയൊക്കെ എഴുന്നേൽക്കുന്ന സ്വഭാവമൊന്നുമില്ല. അസുഖം വരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ പലപ്പോഴും രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി അലാറൊക്കെ വെക്കും. 5 മണിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 മണിയാകുമ്പോൾ അലാറത്തിന് ഒറ്റ അടിയാണ്, അടിച്ചിട്ട് ഒറ്റ കിടത്താണ്. ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ അലാറം വെക്കും, അന്നും അടിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതെങ്ങനെയാണ് നമ്മളിതിനെ മറികടക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് എൻ്റെ ഒരു പ്രായോഗികമായ ഒരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഞാൻ എഴുന്നേറ്റതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ആദ്യം നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് സ്വായത്തമാക്കി എടുക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? നമുക്ക് നമുക്ക് ആ ഒരു വൈരാഗ്യം വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമുക്ക് സാധിച്ചെടുക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഒരു ഇച്ഛാശക്തിയാണ്. അല്ലാതെ ദേഷ്യം ആ വൈരാഗ്യമല്ല, മനസ്സിൻ്റെ ഒരു വൈരാഗ്യമാണ്. അപ്പോൾ നമുക്ക് രാവിലെ എഴുന്നേൽക്കണം, നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട എന്താണ്? നമുക്കൊരാഗ്രഹം വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ രാത്രി കിടക്കുന്ന ദൈവമേ, അപ്പോൾ ഗുരു അങ്ങനെ നിങ്ങളൊന്ന് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ളൊരാഗ്രഹം. പിന്നെ നമ്മളൊരു ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്കറിയാം. രാവിലെ കിടന്നുറങ്ങും ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? ദൈവമേ, എനിക്ക് എഴുന്നേൽക്കാനൊരാഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിന് ജീവനിലൊരു വാസന കൊണ്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഇന്നലെ വരെ കിടന്നുറങ്ങിയത് മൂടിപ്പോയി നല്ല സുഖമായിട്ടാണെങ്കിൽ നമുക്കിങ്ങനൊരു ആഗ്രഹം വരുമ്പോൾ നമ്മളെന്ത് ചെയ്യും? നമുക്കൊരു വിഷമം ഉണ്ടാവും, മനസ്സിലൊരു വിഷമമുണ്ട്, എനിക്കത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലല്ലോ. മനസ്സിലായില്ലേ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു, ഇത് ഏത് കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിലായോ? ഇപ്പം ചില ആളുകൾ ഇപ്പം എന്താണ് ഇത് അങ്ങനൊരു നോണൊക്കെ ഒരുപാട് കഴിക്കുന്ന ആളുകൾ വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാണ്, കഴിക്കേണ്ടെന്നല്ല. ചിലപ്പോൾ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഡ്രിങ്ക്സ് കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, പല കുറവുകളും മനുഷ്യനുണ്ടാവും. അപ്പോൾ ഗുരു തന്നെ പറഞ്ഞു. അപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഇത് അതുവരെ കഴിച്ചത് ചിലപ്പോൾ ഒരു എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമുക്കതിൽ നിന്ന് മാറാൻ പറ്റാത്ത രീതിയിൽ ജീവനിൽ ആ വാസനയുള്ളത് കൊണ്ടും, പക്ഷേ ഇവൻ്റെ മനസ്സിലൊരാഗ്രഹം വന്ന് ദൈവമേ ഇത് തെറ്റാണെന്ന് എനിക്ക്, പക്ഷേ എനിക്കത്, അപ്പോൾ ഒരു അർപ്പണം നമ്മൾ മനസ്സിൽ വരും. എന്നിട്ട് നമ്മൾ ആ തെറ്റ് ചെയ്യുക. ഗുരു പറഞ്ഞു, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് നിങ്ങൾ ഒരു പശ്ചാത്താപം നിങ്ങൾക്കുണ്ടാവണം. മനസ്സിലായത്? പശ്ചാത്തപിക്കുന്നവൻ്റെ കർമ്മത്തെ ഗുരു ഏറ്റെടുക്കും. അതുപോലെ നമ്മൾ രാവിലെ ഇപ്പോൾ ഇവിടെ എഴുന്നേൽക്കുന്ന കാര്യമുണ്ട്. ഞാൻ ചെയ്താൽ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അലാറം അടിക്കുന്ന കുറച്ച് പതുക്കെ അടിക്കാൻ തുടങ്ങി. അലാറം അടിക്കുമ്പോൾ ഞാൻ എഴുന്നേൽക്കില്ല, ഓഫാക്കും, കിടക്കും. അപ്പോൾ മനസ്സിൽ ദൈവമേ, ഞാൻ ചെയ്യുന്നത് തെറ്റാണല്ലോ, ഇങ്ങനെ ഗുരു പറഞ്ഞല്ലോ, അപ്പോൾ എനിക്കിത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എനിക്ക് എഴുന്നേൽക്കാനും പറ്റും. അങ്ങനെ നമ്മൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമ്മളൊരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതൊരു സങ്കല്പമാണ്. മനസ്സിലായി? ഒരു സങ്കല്പം നമ്മൾ ചെയ്യണം. മനസ്സിലായി? ഒരു സങ്കല്പം ഉണ്ടാവണം. നമുക്ക് ഈ സങ്കല്പമൊന്നുമില്ല. അതാണ് ഗുരു പറയുന്നത്, നിങ്ങൾക്ക് നന്നാവാനോ ഒരാഗ്രഹം പോലും നമുക്കില്ല. നമ്മളിപ്പോഴും തെറ്റുകളിലൂടെ തന്നെ പോവണം. അതൊന്നും ശരിയാവില്ല എന്നുള്ള ചിന്തയാണ് നമുക്ക്. അതാണ് ഗുരു പറഞ്ഞിരിക്കുന്നത്. എന്താണ്? നിങ്ങളുടെ തെറ്റും ശരിയും നിങ്ങൾ തന്നെ കണ്ടിട്ട് ആ തെറ്റിനെ തിരുത്താൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഗുരു എന്ത് ചെയ്യും? അതിനെ നിവർത്തിക്കുന്നവനാണ് ഗുരു. ഇങ്ങനെയാണ് ഗുരുവിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഗുരുവിൻ്റെ അടുത്ത് പോയി ഗുരുവെ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്ന എണീപ്പിക്കണം ഗുരു എണീപ്പിക്കില്ല. അങ്ങനെയല്ല. അല്ലെങ്കിൽ ഗുരു എനിക്കിങ്ങനൊരു കുറവുണ്ട്, അത് മാറണം എന്നാണ് മാറൂല. അങ്ങനെ പ്രാർത്ഥിക്കാനും പാടില്ല. നമ്മളുടെ തെറ്റ് ശരി നമ്മളാദ്യം കാണണ്ടേ, എന്നിട്ട് എന്ത് ചെയ്യണം? ശരി വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അപ്പോൾ ആ തെറ്റിന് നമ്മൾ എന്ത് ചെയ്യണം? ശരിയാക്കാൻ ശ്രമിക്കണം. ആ ശ്രമമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു വിഷമം, പറ്റുന്നില്ല എന്നൊരു കുറ്റബോധം, ഒരു പശ്ചാത്താപം നമുക്കുണ്ടാകുമ്പോൾ അതിനെ നിവർത്തിക്കുന്നവനാണ് ഗുരു. ഗുരു എന്ത് ചെയ്യും? നിവർത്തിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ മനസ്സിലൊരു ആഗ്രഹവും സങ്കല്പവും പ്രാർത്ഥനയും വരുന്ന സമയത്ത് ഗുരു നമ്മുടെ ജീവൻ്റെ ആ കർമ്മത്തെ എടുത്ത് നോക്കും. അപ്പോൾ നമ്മളൊരു ജീവൻ, ഒരു ഉദാഹരണമായിട്ടൊരു 100 ജന്മം നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 100 അതിൽ കൂടുതലുണ്ടാവും. 99 ജന്മവും നമ്മൾ എന്ത് ചെയ്ത് കിടന്നുറങ്ങി രാവിലെ എഴുതിയിട്ടില്ല. അപ്പോൾ ജീവൻ്റെ ഒരു എന്താണ് പറയുക, വാസന എന്തായിരിക്കും? ഉറങ്ങാനല്ലേ. 99 ജന്മം നമ്മൾ 8 മണിക്ക് എഴുന്നേറ്റ ഒരാളാണെങ്കിൽ അടുത്ത 101ാമത്തെ ജന്മത്തിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉറങ്ങുള്ളൂ. പക്ഷെ നമ്മൾ ആ ഒരു ജന്മം, ഇപ്പോൾ 99 അല്ല, ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാവും. അതാണ് ഗുരു പറയുന്നത്. ഏത് കാര്യത്തിലാണ്, ഇത് മാത്രമല്ല, നമ്മളൊക്കെ തന്നെ നമ്മുടെ ഗുരുവിനോടൊപ്പമുള്ള അനവധി ജന്മങ്ങളിൽ നമ്മൾ ജീവിച്ചവരാണ്. അങ്ങനെ ഒരുപാട് കർമ്മം ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പം നമ്മളിലുള്ള നല്ലതും ചീത്തമായ വാസനകളുണ്ട്. ഈ ജന്മത്തെ നമ്മൾ നോക്കണ്ട. അതാണ് ഗുരു പറഞ്ഞത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ കുറവ് കൊണ്ട് നമ്മളവനെ കുറ്റം പറയാൻ പാടില്ല. അവൻ്റെ ജീവനിലെ നന്മകളുണ്ടാവും. മനസ്സിലായില്ല? അല്ല, നല്ല ഒരാളെ കണ്ട് നല്ലതാണെന്നും പറയാനും പാടില്ല, അവനുള്ളൊരു കുറവുകളും ഉണ്ടാവും. അപ്പോൾ ഗുരു എന്ത് ചെയ്യും? നമ്മുടെ ആഗ്രഹവും നമ്മുടെ സങ്കല്പവും പ്രാർത്ഥനയും ശിഷ്യൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ഗുരു എന്ത് ചെയ്യും? നമ്മുടെ ജന്മാന്തരങ്ങളിൽ എവിടെയെങ്കിലും ഒരു നന്മ ഉണ്ടാവും, അല്ല ഏതെങ്കിലും ഒരു കർമ്മം നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ട്. ആ കർമ്മത്തെ എന്ത് ചെയ്യും? നമ്മുടെ ജീവനിലോട്ട് ഗുരു ചേർത്ത് വെച്ചു വരും. അപ്പോൾ നമുക്ക് എഴുന്നേറ്റൂടെ? ഇല്ലേ? എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെ എഴുന്നേറ്റ ഒരാളാണ് ഞാൻ. ഉദാഹരണമല്ല, ഇതൊക്കെ നമുക്കതിന് പറഞ്ഞു തന്നതല്ല. നമ്മളുടെ ആഗ്രഹം മനസ്സിൽ വരുമ്പോൾ അത് ഗുരു നമുക്ക് തോന്നിച്ച് തരും. അങ്ങനെ 8 മണിക്ക് എഴുന്നേറ്റ ആളിപ്പോൾ 8 മണിക്ക് 4 മണിക്ക് എണീക്കും. അപ്പം 4 മണിക്കൂർ പുറകോട്ടാക്കി. ഞാൻ പറഞ്ഞു, മനസ്സിലായി? ഇതൊന്നും സാധ്യമായ കാര്യമാണ്, അസാധ്യമല്ല. പക്ഷെ ആർക്കാണ്? പൂർണ്ണനായ ഒരു ഗുരുവിൻ്റെ ശിഷ്യൻ. മറ്റാർക്കത് പറ്റില്ല. കാരണം അവന് 8 മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ പറ്റില്ല. ഒരു സങ്കല്പത്തിലും ഇത് മാറ്റാൻ പറ്റില്ല.
മനസ്സിലായി? കാരണം ഉൽപ്പത്തി കർമ്മഗതി പോലെ വരും ചെയ്യും. നമ്മൾ ജനിച്ചു പോയി ആ സംഭവം കൊണ്ട്. പിന്നെ ആ ജന്മത്തിൽ കിടക്കുന്ന ആ രാശിയിലും നമ്മുടെ പിതൃസ്വാധീനത്തിലും നമ്മുടെ നക്ഷത്രത്തിലും ഒക്കെ കിടക്കുന്ന ഈ കിടക്കുന്നതിനെ മാറ്റാൻ ആർക്കേ പറ്റുള്ളൂ? അതിന് അധികാരപ്പെട്ട ഒരു ഗുരുവിന് അത് ചെയ്യണമെങ്കിൽ ഗുരു ചെയ്യില്ല. ശിഷ്യൻ അതിനു വേണ്ടി നോവണം, അതിനു വേണ്ടി കഷ്ടപ്പെടണം. അതാണ് നമ്മുടെ ആത്മീയത. അല്ലാതെ ഞാനൊക്കെ ഇങ്ങനെ ജനിച്ചു ഇനി മാഷ് ഞങ്ങളൊക്കെ ഇങ്ങനെ പോട്ടെ അടുത്തേക്ക് നോക്കാം. പലരും പറയുന്ന വാക്യം കേൾക്കാം. ഇരിക്കുന്ന പലരും പറയും നമ്മൾക്ക് വയസ്സായി ഇനി നിങ്ങളൊക്കെ ചെയ്യില്ലേ. അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. നമ്മൾ പലരും പറയാറില്ലേ പിള്ളേരൊക്കെ ചെയ്യും. അങ്ങനെയല്ല. കാരണം നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് ഇത് ചെയ്യണ്ടേ? സത്യമുണ്ടോ? നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇത് ചെയ്തില്ലെങ്കിൽ നമ്മൾ പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതേ കളി ഉണ്ടാവുള്ളൂ. നമ്മൾ പോയിട്ട് ഇനി വരണ്ടേ? നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇതേ കളിയായിരിക്കും. നിങ്ങൾക്ക് നന്നാവാനുള്ള ഒരു ആഗ്രഹമെങ്കിലും ഉണ്ടാവില്ല. ഒന്ന് അഭിനയിച്ച് കാണിക്കും. ഇത് എഴുന്നേറ്റ് മാത്രമല്ല നമ്മുടെ ജീവിത സ്വഭാവത്തിൽ അല്ലേ? നമ്മുടെയൊക്കെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണിച്ചു കൂട്ടുന്ന എന്തെല്ലാം പ്രവൃത്തികളാണ് അല്ലേ? ഇതെല്ലാം ആര് കാണും? ഗുരു കാണൂലേ? നമ്മൾ പ്രാർത്ഥിക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ആരും അറിയില്ലാന്ന് വിചാരിക്കും അല്ലേ? എന്നാലും ഗുരു നമ്മളെ കാണുമ്പോൾ ചോദിക്കുമോ നിങ്ങൾ അമ്മ പ്രാർത്ഥിക്കുന്നില്ല? ചോദിക്കാറില്ല. ഇല്ല. ഗുരു എന്നാൽ വാരിക്കോരും നമുക്ക് ഇല്ലേ തരുമില്ലേ അല്ലേ? ഗുരു നമ്മൾ പ്രാർത്ഥിക്കാതെ ഇരുന്നുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും നമ്മുടെ ഏതെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഒരുപാട് ചേർത്ത് നിർത്തിയിട്ടുമില്ല. ഗുരു എന്ന് പറയുന്നത് എന്താണ്? അത് ഗുരു നമ്മളെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഗുരു ശിഷ്യ ബന്ധത്തിലുള്ള ഒരു വലിയൊരു അതിന് വാക്കുകൾക്ക് അതീതമായ ആ ദൈവസ്നേഹമാണ് നമ്മൾ അല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കുറവുകളുണ്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? എന്തുണ്ടാവും? ചോദിക്കാറുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുരുകദാസങ്ങളല്ലേ അമ്മ ഹോസ്പിറ്റലിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു എന്താണത് ഇപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞു വന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഒരു പ്രാധാന്യം നമ്മൾക്കത് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ ഈ പ്രാർത്ഥന ചിട്ടയായി നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കർമ്മത്തിലേക്ക് ഇനി കിടക്കാൻ സമയം കുറവായതുകൊണ്ട് പ്രാർത്ഥനയുടെ കാര്യം ഇനി കുറേ പറയാനുണ്ട്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം ശരിയാകാതെ നമ്മൾ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. ഉണ്ടോ? ചില ആൾക്കാരുണ്ടല്ലോ ഭയങ്കര കർമ്മമായിരിക്കും, പ്രാർത്ഥന ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അപ്പം ഞങ്ങളൊരു ദിവസം 2002 ഗുരുവിൻ്റെ ആദ്യ സങ്കല്പത്തിൽ ലയിച്ച് ഗുരു 1000 ദിവസം പൂർത്തിയാകുന്ന ഒരു ദിവസം എല്ലാവർക്കും അറിയാമല്ലോ. നാവൂരി സങ്കല്പ പൂജ പരമ്പരയെ മൊത്തം വിളിച്ചുകൊണ്ട് വലിയൊരു കർമ്മം നടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവിൻ്റെ ശിഷ്യപൂജ എടുത്ത് പോയി. അപ്പോൾ ശിഷ്യപൂജ എല്ലാ ചെറുപ്പക്കാരെയും വിളിച്ചു. അപ്പം ഞാനുണ്ടായിരുന്നു അവിടെ ഓരോ ദിവസം. അപ്പോൾ അന്ന് മയക്കൊന്നുമില്ല, രാത്രിയായി ഏതോ ഒരു സമയത്താണ് എനിക്കൊന്ന് 12 മണിക്കറ്റ എല്ലാവരും വിളിച്ചെന്ന്. അപ്പോൾ വിളിക്കൊന്നും വേണ്ട എല്ലാവരും വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് ചെയ്ത് മയക്കൊന്നുമില്ലല്ലോ, രാത്രിയൊന്നും മൈക്ക് സെറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ പതുക്കെ ശിഷ്യയുടെ സംസാരം കേൾക്കണമെങ്കിൽ നമ്മൾ മുന്നിൽ പോകണം. ഞാൻ പഴയ നുഴഞ്ഞ് കയറി പതുക്കെ ഇടിച്ചൊക്കെ കയറി അടുത്ത് പോയി. ഞാനതിലേക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോൾ ശിഷ്യപൂജ പറഞ്ഞ കാര്യം നമ്മളോട് പറഞ്ഞാണ്. ആ കൂടിയിരിക്കുന്ന ആളോട്, നമ്മളോടല്ല പരമ്പരയോടാണ് പറയുന്നത്, നമ്മളോട് മാത്രമല്ല. അപ്പോൾ ചോദിച്ച് പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞത്. ശിഷ്യപൂജ പറയാണ് ഈ നിങ്ങളൊക്കെ ഈ ആശ്രമം ഇങ്ങനെ മറച്ചു വെക്കാൻ പറഞ്ഞാൽ നിങ്ങളത് ചെയ്യും. തിരിച്ചിട്ട് ഇങ്ങനെ മറച്ചു വെക്കാൻ പറഞ്ഞൊരു ഇതൊക്കെ വന്ന് അത്രയും കർമ്മം ചെയ്യും. പക്ഷേ പ്രാർത്ഥനാലയത്തിലേക്ക് നോക്കിയാൽ അവിടെ ആരും കാണില്ല. അതാണ് ഗുരു പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും. പണ്ട് നമ്മൾ അടുക്കള പറഞ്ഞ ആശ്രമത്തിനകത്തായിരുന്നല്ലോ. ഞാനൊക്കെ ആദ്യം പോകുമ്പോൾ അടുക്കളയിലേക്ക് നോക്കുക. അവിടുന്ന് എല്ലാ കറികളും മണമൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രാർത്ഥനത്തിൽ ഇങ്ങനെ കയറാൻ പോകുമ്പോൾ ഇപ്പോൾ പുറത്തായിട്ട് രക്ഷപ്പെട്ട് സ്പിരിച്വൽ സോൺ ആക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്പിരിച്വൽ അവിടെ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ വറവിടുന്ന മണമൊക്കെ വരുമല്ലോ, പറയാതെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധ അങ്ങോട്ട് പോകും. ആരും കുറ്റം പറയല്ല, നമ്മൾ പണ്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അല്ല, പണ്ട് അടുക്കള അകത്തായിരുന്നില്ല. ആ ഷെഡിലായ സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥനാത്തിന് മുന്നിൽ എത്തിയാൽ ഇങ്ങനെ അങ്ങോട്ട് നോക്കൂല. ശരിയാ. അപ്പൊ ഇങ്ങോട്ട് നോക്കൂ, ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകും. അപ്പോൾ എന്ത് പറ്റുവെച്ചാൽ നമ്മളാര് അതാണ്. അപ്പം ഗുരു പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് എന്തില്ല, ആ പ്രാർത്ഥന ഇല്ല. കണ്ടില്ലേ?
നമ്മളെ ചെറുപ്പക്കാരായാലും പൊതുവേ എല്ലാവരും അങ്ങനെ ഭയങ്കര കർമ്മം ചെയ്യാൻ എല്ലാവരും ഭയങ്കര ഉഷാറായിരിക്കും. ഒരു അരമണിക്കൂർ പറഞ്ഞു, ഗുരു നിങ്ങൾ 10 മിനിറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പറ്റില്ല, 5 മിനിറ്റ് സങ്കല്പിക്കാൻ ഇരുന്നാൽ നമ്മൾ നോക്കും സ്വാമി നമസ്കരിക്കുന്നുണ്ടോ അല്ലേ, നിങ്ങൾ നോക്കും ആരെങ്കിലും മുന്നിലായ നമസ്കരിക്കുന്ന സ്വാമിയാണോ സ്വാമി നമസ്കരിക്കണം, നമ്മൾ നമസ്കരിക്കാൻ നമ്മളിങ്ങനെ നോക്കാം, അങ്ങോട്ട് തല കയറിഞ്ഞ് ഇങ്ങോട്ട് നോക്കി അങ്ങോട്ട് നോക്കി. അതാണ് ഗുരു ജൈനസ്വാമി എന്ന് പറയില്ലേ, ഈ ആരാധന കഴിഞ്ഞ് ഈ പ്രകാശം നമ്മളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നമ്മളവിടെ ഇരിക്കുകയാണ്. ആ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ അതിനെ സ്വീകരിക്കാൻ വേണ്ടി കണ്ണടച്ച് ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച്, മനസ്സിലായില്ലേ, ഗുരുപ്രകാശത്തെ ഏറ്റുവാങ്ങാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോഴാണ് നമ്മളെ ചിന്ത ഉപയോഗിക്കുന്നത്, ഇപ്പോൾ കടയിൽ കച്ചവടം ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമ്മുടെ കടകളാണ് കട, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ മോൻ എന്താക്കുന്നുണ്ട്, അച്ഛനാണെങ്കിൽ അങ്ങനെ പോകും, വീട്ടിൽ എത്ര ദിവസമായി വന്നിട്ട് വീട്ടിൽ പോകണം എന്നൊക്കെ ചിന്തകളാണ് നമുക്ക്. ആശ്രമത്തിൽ ചെല്ലുമ്പോൾ ആശ്രമത്തിൽ ചെന്ന് ഇറങ്ങുമ്പോഴേ എപ്പോഴാണ് പോകുന്നത് നമ്മൾ ചിന്തിക്കുക അല്ലേ. ഞാനൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പം നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ആ ഒരു അതിനെ സ്വീകരിക്കാനുള്ള ഒരു അത് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഓരോ നമുക്ക് ഈ ചിട്ടകളൊക്കെ വെച്ചിരിക്കുന്ന ഓരോ കാരണങ്ങളുണ്ട്, മനസ്സിലായില്ലേ. ഇപ്പോൾ വെള്ളയിട്ട് ചെയ്യുമ്പോൾ എന്താ കുറച്ചും കൂടെ അതിൻ്റെ പ്രകാശം നമ്മളിലേക്ക് കയറി വരും. അപ്പോൾ നമ്മൾ മീശയൊക്കെ എടുക്കാൻ പറഞ്ഞാൽ അതൊക്കെ കാരണമുണ്ട്. അപ്പോൾ അങ്ങനെ ഷാളാണെങ്കിൽ കുറച്ചും കൂടി ഉണ്ട്, മനസ്സിലായില്ലേ. ഇതിനെ റിസീവ് ചെയ്യാൻ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ആ ചിട്ടയോട് കൂടി നമ്മൾ നിൽക്കുന്നതിലേക്ക് അത് ആ രീതിയിൽ കടന്നു പോകും. ഇതിന് പ്രകാശം ഒന്നാണ്, പക്ഷെ നമ്മളിലേക്ക് അത് കയറുന്നത് നമ്മുടെ ആ സമയത്തുള്ള ആ ഡ്രസ് കോഡ് ഉൾപ്പെടെ ഞാൻ പറയുന്നു അല്ലേ. ഡ്രസ് കോഡായാലും വ്രതത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ആയാലും ചില ആൾക്കാർ 3 ദിവസത്തെ വ്രതം എടുത്ത് പോകുന്ന ആൾക്കാരുണ്ടാവും തിരുവനന്തപുരത്ത്, ചില ആൾക്കാർ 7 ദിവസത്തെ എടുക്കുന്നുണ്ടാവും, ചിലർക്ക് അതിലും കൂടുതൽ എടുക്കില്ല. അപ്പോൾ അവരെ മനസ്സ് ഗുരുവിനെ കാണാൻ പോകുമ്പോൾ അങ്ങനെ അവരിലേക്ക് ആ പ്രകാശം കൂടുതൽ വരും. ചില ആളുകൾ ആ മനസ്സിൻ്റെ ഒരു ഭക്തിയിൽ അവർ ഗുരുവിനെ ചിന്തിച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ, അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ എന്താണ് അത് നമ്മളിലേക്ക്, അത് നമ്മുടെ ജീവനിലേക്ക് അത് കടന്നു വരണമെങ്കിൽ ആ ഒരു വൃത്തി ശുദ്ധി പവിത്രത അത് നമുക്കുണ്ടാവണം. വീട്ടിലായാലും പ്രാർത്ഥിക്കുന്നതായാലും. പിന്നെ നമ്മളെ വീടുകളിലെ സ്ഥിതി എന്താ, ഇപ്പോൾ വിളക്ക് കത്തിക്കാൻ പറഞ്ഞാൽ അച്ഛൻ പറയും മോള് കത്തിക്കും, മോൻ പറയും അമ്മ കത്തിക്കും, ഞാൻ ഇന്നലെ കത്തിച്ചതല്ലേ നിങ്ങൾ ഇന്ന് കത്തിക്കും, ശരിയല്ലേ. വിളക്കത്തിക്കാൻ പോലും വീടുകളിൽ ചില ആളുകൾ ഞാനിത് വെറുതെ പറയല്ല, ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല, എല്ലാവരും കറക്റ്റാണ്. മറ്റുള്ള സ്ഥലം കാര്യം ഞാൻ പറയുന്നത്, എല്ലാവരും അച്ഛനും അമ്മയും അച്ഛനും ഞാൻ കത്തിക്കാം അമ്മേ മക്കൾ പറയും, അച്ഛൻ പറയും മോനെ നീ ആ കത്തിക്കാം അച്ഛാ, അത്രയും നല്ല അനുസരണ ആൾക്കാരാണ്. പക്ഷെ മറ്റുള്ള സ്ഥലം അങ്ങനെയല്ല, അവർ പറയാം ഞാൻ ഇന്നലെ കത്തിച്ച അച്ഛൻ കത്തിക്കുക വേണമെങ്കിൽ കത്തിച്ചോ അങ്ങനെ. അപ്പോൾ അച്ഛൻ എന്നെ നിർബന്ധിച്ചിട്ട് മോനെ പറയും എനിക്കിത് അപ്പം എന്തെങ്കിലും കളി ഉണ്ടാവും ടി വിയിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈനിൽ നിൽക്കുക, അപ്പോഴേക്കും പറയാം ചെക്കനാണ് പ്രാന്ത് പിടിച്ച് ഓടി ചെന്ന് കുളിച്ച് ദേഷ്യം പിടിച്ചതായി കൊണ്ട് കത്തിക്കുന്നു. അപ്പോൾ അവിടെ എന്തുണ്ടാവും, അവിടെ ഐശ്വര്യം ഉണ്ടാവുമോ? മോനെ എങ്ങനെയൊക്കെ നമ്മൾ അകണ്ടാൻ ചൊല്ലി എന്താ പറയുക നമ്മളെ വീട്. ഞാനിത് പറയുന്നത് ഇന്ന് പ്രാർത്ഥനേൻ്റെ പറയാൻ സമയം ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നു. നമ്മൾ എന്താണ് ഒരു നേർച്ച പോലെയാണ് അല്ലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടി എന്തോ ഒരു ചടങ്ങ് പോലെ ചെയ്യുക. അങ്ങനെയല്ല, ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മുടെ മക്കളൊന്നും ആ രീതിയിലല്ല, അച്ഛനും അമ്മയൊക്കെ എല്ലാവരും കണക്ക് ആരും കുറ്റം പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഗുരുവിൻ്റെ നമ്മുടെ വീട്ടിൽ എത്ര ചെറിയ ഇപ്പോൾ ഗുരു തുടങ്ങിയിരിക്കുന്ന ഓരോ കുടുംബമല്ലേ, അതുപോലെ നമ്മുടെ വീടുകളിൽ ഗുരുവിന് ഇരിക്കുന്ന ആ സ്ഥലത്ത് എന്ത് വേണം, അവിടെ ആ വൃത്തി ഞങ്ങളൊക്കെ ഒരുപാട് പല വീടുകളിലൊക്കെ പോകുന്ന കാഴ്ച കണ്ടാൽ വിഷമിച്ചു പോകും നമ്മൾ. ആ തിരിത്തട്ടത്തിലേക്ക് നോക്കുമ്പോൾ സങ്കടം ഒന്നും പറയാനും പറ്റില്ല. പൊടിയൊക്കെ പിടിച്ച് എത്രയോ കാലങ്ങളായി വൃത്തിയാക്കാത്ത കിടക്കുന്ന, പിന്നെ അതിൻ്റെ ചുമരുകളിൽ എന്താ പറയുക 8 വലയല്ലേ ആ മാറാലൊക്കെ പിടിച്ച് എന്താ പറയുക അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നമുക്ക്. ഞാൻ പറഞ്ഞു നമ്മൾ ഗുരുവിനെ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ഓരോ പ്രവൃത്തി നമ്മൾ ചെയ്യില്ലേ. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ മനസ്സറിഞ്ഞ് ആഹാരം കഴിക്കില്ല, കളിക്കുമ്പോൾ മനസ്സറിഞ്ഞ് കളിക്കും, ഉറങ്ങുമ്പോൾ നല്ല ഉറക്കുന്നതായും പറയണ്ട. പിന്നെ നമ്മൾ കുറ്റം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പറയില്ലേ, എന്തെങ്കിലും ഒരാളെ കുറിച്ചിട്ട് നല്ല കാര്യമല്ല ഭയങ്കരത്തേക്ക് നമ്മൾ ആ സമയത്ത് ഫുൾ കോൺസെൻട്രേഷൻ അതിലായിരിക്കും, വേറെ എങ്ങോട്ടും പോകില്ല, കറക്റ്റല്ലേ. എന്നാൽ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ അത് കാണിക്കാറുണ്ടോ? ഇല്ല. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യും, ഫുൾ കോൺസെൻട്രേഷൻ ആയിരിക്കും അല്ലേ. ശരിയല്ലേ. ഒരു സിനിമയെ കാണാൻ സീരിയലെ കാണും പ്രത്യേകിച്ച് അല്ലേ. സ്ത്രീകളങ്ങനെയല്ല, പ്രത്യേകിച്ച് ഈ സീരിയലെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണു ഇമ വെട്ടാതെ അല്ലേ ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോഴേക്കും ഭർത്താവ് വെള്ളം ചോദിച്ചാൽ ഇങ്ങോട്ട് പോയി എടുത്തോ കുടിച്ചോ മനുഷ്യൻ അല്ലേ. വേറെ ഇത് കാണും സീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡിക്റ്റ് ആയിപ്പോയി.
ആ സമയത്തേറ്റ 9 മണി രാത്രി 9 മണിക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കില്ല. അപ്പോഴേക്ക് ചന്ദനമഴ എനിക്കറിയില്ല, ഏതൊക്കെയോ ചെയ്തിട്ടുണ്ട് പഴയത് പറഞ്ഞു കേട്ടാണ്. അപ്പോൾ ഇങ്ങനെ അതുണ്ട് മറ്റേന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ അതിൻ്റെ മുന്നിൽ ഇവൻ പിടിച്ച് നമ്മളവിടെ ഇരുത്തും. ഇവൻ എന്താണ് ഒരു ഈ മയക്കുമരുന്നൊക്കെ അഡിക്റ്റ് ആവുന്ന പോലെ തന്നെ അത്. നമ്മൾ അവരെ മാത്രം കുറ്റം കൊണ്ട് കാര്യമില്ല. ഉണ്ടോ മാമ? നമ്മളതിനെന്താണ് അടിമകളായിപ്പോയി. അപ്പം നമ്മുടെ കുട്ടികൾ അവർ നമ്മളെ കണ്ടല്ലേ അവർ പഠിക്കുക അല്ലേ? അപ്പോൾ അവർ നോക്കുന്ന അച്ഛനും അമ്മയും അപ്പം നമുക്ക് ഇങ്ങനെ ആവാം. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങൾ അച്ഛനും അമ്മയും ആ ഒരു അഭിനയിക്കുകയും ചെയ്യണം, എന്നാലേ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, അതെടുക്കുള്ളൂ. അപ്പോൾ അവരെന്ത് ചോദിച്ചാൽ അത്ര മതി. അപ്പോൾ ഞാൻ പറയാം, വീടുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കണം എന്നല്ല, ചെയ്യുന്നത് നല്ല സത്യസന്ധമായും മനസ്സറിഞ്ഞും മനസ്സിലാവും. നമ്മൾ മനസ്സതിനോട് ചേർത്ത് വെക്കണം. ബാക്കി എല്ലാ കാര്യത്തിനും മനസ്സ് ചേർത്ത് വെക്കണം. പക്ഷെ നമ്മൾ ശരീരം മാത്രം ചേർത്ത് വെക്കുന്ന പ്രാർത്ഥിക്കണം. നമ്മളെ മനസ്സിന് പല ചിന്തകളായിരിക്കും. ആരെങ്കിലും ഫോഴ്സ് ആയിട്ടായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്വാമി ചില ആൾക്കാരെ കർമ്മത്തിന് വിളിച്ചാൽ എങ്ങനെയെങ്കിലും മുങ്ങാൻ നോക്കി വിളിച്ച് സ്വാമി കണ്ട് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ പറ്റുന്നതൊക്കെ വെച്ചിട്ട് മനസ്സില്ലാതെ ചെയ്യുന്ന പണ്ട് ഞാനങ്ങനെ ആയിരുന്നു. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു കർമ്മമുണ്ട്, അത് ഞാൻ പറഞ്ഞേ. അപ്പം അതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ നമുക്ക് ആ പുല്ലൊക്കെ ഒന്ന് വെട്ടാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നവപ്രസ്വാമി വന്നായിരുന്നു. ആശ്രമത്തിൻ്റെ പണിയൊക്കെ തുടങ്ങാൻ പോവാണ്. അപ്പോൾ അത് ചെയ്യാൻ അവസാനം പറയാമെന്ന് വിചാരിച്ചാൽ ഒരു ചെറിയൊരു കർമ്മമുണ്ട്, അതിപ്പോൾ തന്നെ മനസ്സിലായിരിക്കട്ടെ. അപ്പോൾ എന്താണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്? അതെങ്ങനെ ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കുന്നത് ബ്രഹ്മത്തിനെയാണ്. ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമല്ല നമുക്ക് കിട്ടും അല്ലേ? നമ്മളോട് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ എന്താ പറയുക ആരാധനയിൽ ഏറ്റവും ഏറ്റവും പരമമായ സത്യത്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇത് കിട്ടിയ ആളുകളെന്ന് പറഞ്ഞാൽ ആരാണ്? എത്ര ഭാഗ്യവാന്മാരാണ് നമ്മൾ അല്ലേ? നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. മറ്റുള്ളവരെ കണ്ടില്ലേ 3 മണിക്ക് 4 മണിക്ക് എണീച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടുമോ? പക്ഷേ ഇത് കിട്ടേണ്ട ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. എറിയാൻ അറിയുന്നതിനൊക്കെ വടി കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടില്ലേ? പാവപ്പെട്ട നമുക്കിത് കിട്ടിയിട്ട് നമുക്ക് പറ്റുന്നില്ല, എറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്താണ്? ആ പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജീവനെ ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ജീവൻ്റെ ശുദ്ധീകരണം നടക്കണമെങ്കിൽ നമ്മളൊരു വീടിൻ്റെ ഒരു പ്രാരാബ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇത് ഒറ്റക്കൊരാൾക്ക് താങ്ങാൻ പറ്റില്ല. ഒരു 50 കിലോ ഉള്ളൊരു ചാക്കാണ് നമ്മൾ പ്രാരാബ്ദമെങ്കിൽ 5 ആൾ ചേർന്ന് പിടിച്ചാൽ എളുപ്പമല്ലേ? ഒരാൾ ഒറ്റയ്ക്കിട്ട് തലയിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടാണ് അല്ലേ? കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ കഴുത്തൊടിഞ്ഞൂല്ലേ കുറച്ച് കഴിയുമ്പോൾ? പറ്റില്ല. അപ്പോൾ നമ്മുടെ 50 കിലോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അതുപോലെ നമ്മുടെ വീടിൻ്റെ ആ കുറവിനെ ഈ 5 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യല്ലേ? പെട്ടെന്നത് മാറുമല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ പറയും, ഞങ്ങൾ 25 വർഷമായി ശാന്തിയിൽ പോകും, ഇപ്പോഴും ഞങ്ങൾക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. നമുക്ക് ഇതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വർഷങ്ങൾ ചില ആളുകളുണ്ട് 2-3 വർഷം കഴിയുമ്പോൾ അവർ എന്താ പറയുക വലിയ ഉയർച്ചയിലേക്ക് വരുന്നുണ്ട്. ചില ആളുകളുടെ ഗുരു പറഞ്ഞിട്ട് നിങ്ങൾ ഗുരുപൂജ ചെയ്യണ്ട എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ പിതൃവെല്ലാം ശുദ്ധിയായി. അങ്ങനെ അപൂർവ ഗുരു പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായി? ഗുരുപൂജ എന്ന കർമ്മത്തിൽ അവർ രാവിലെ 3 മണിക്ക് പ്രാർത്ഥിക്കും. 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമുണ്ട് കോഴിക്കോടുള്ള. ആരാന്ന് ഞാൻ പറയുന്നത്. അവർ 3 മണിക്കൂർ അവർ പ്രാർത്ഥിക്കും. അവർ ഗുരുപൂജ എന്താ ഗുരു പറഞ്ഞു? നിങ്ങൾ ഗുരുപൂജ ചെയ്യണ്ട, നിങ്ങളെ പിതൃക്കളെല്ലാം ശുദ്ധമായി. പ്രാർത്ഥന കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിലെ പിതൃക്കളെ ശുദ്ധീകരിക്കാൻ നമ്മളെന്ത് ചെയ്താൽ മതി? പ്രാർത്ഥിച്ചാൽ മതി. ആ പിതൃക്കളൊക്കെ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു വന്നിങ്ങനെ നിൽക്കുക, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അത് 5 പിതൃക്കളായി. അതെ, 5 രാശി. ഒരു അമ്മ ഉദാഹരണം, ഒരു അമ്മ മാത്രം വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 4 പേരെ അങ്ങനല്ല ഞാൻ പറഞ്ഞല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ്റെ ഓരോ വ്യത്യസ്തങ്ങളായ വാസനാ സ്വഭാവങ്ങളാണല്ലോ. ഒരു പിതൃ എന്ന് പറഞ്ഞാൽ ആ പിതൃ ഒരു രാശിയിൽ നിന്ന് അച്ഛൻ വന്നാൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരുപാട് പിതൃക്കളുണ്ട്. ആ പിതൃ രാശി സെപ്പറേറ്റാണ് ജനിക്കുന്നത്. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അമ്മ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അമ്മയുടേതായ ഒരു പിതൃരാശിയുണ്ട്. ആ രാശിയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും.
ഫുള്ളായിട്ട് ആ വീട്ടിൽ അത് ഒതുങ്ങി കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ വ്യക്തിയുടെ കർമ്മഗതി മാറണമെങ്കിൽ ആര് പ്രാർത്ഥിക്കണം? ഈ വ്യക്തി തന്നെ പ്രാർത്ഥിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ആ വ്യക്തി കർമ്മഗതി വ്യക്തിഗതമാണ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല. പിന്നെ അത് മാറണമെങ്കിൽ ഈ പിതൃശുദ്ധി എന്ന് പറയുന്ന കർമ്മമുണ്ട്. ഗുരുപൂജ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ആ പിതൃശുദ്ധിയാണ് എന്നാൽ പോലും ഈ പിതൃശുദ്ധി ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ നിങ്ങളെ വീട്ടിലുള്ള ആളുകൾ ആ ഒരു രീതിയിൽ ജീവിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് കിട്ടൂല. പിതൃശുദ്ധി പിതൃക്കെ ശുദ്ധി അതിനെ അടിച്ചോട് ജീവിക്കാന്ന് വെച്ചാൽ കാര്യമില്ല. ആ പിതൃവിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ആ കർമ്മം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സങ്കല്പം കൊണ്ടും നമ്മൾ ആ പിതൃവിൻ്റെ ആ കർമ്മത്തെ നമ്മളുടെ കർമ്മത്തിലൂടെ നമ്മുടെ വീട്ടിലവരൊന്ന് ജനിക്കണം. ആ യോഗ്യതയിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ ഗുരു ചെയ്യുന്നത് എന്താ വെച്ചാൽ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഓരോ ജീവനെയും ഞാൻ ഓരോ മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഗുരു ആദ്യസംഗം ലയിക്കുമ്പോൾ പറഞ്ഞ മാഷില്ലേ, അത് ഓരോ ജീവനെ നമ്മുടെ കർമ്മം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മളവിടെ എത്തണം. ഗുരു നമ്മളെ കൊണ്ടുപോകില്ല. അപ്പോൾ പിതൃശുദ്ധി ചെയ്താലും ഗുരു ഇപ്പോൾ നിങ്ങളുടെ കർമ്മം ചെയ്താൽ പോലും ഈ കർമ്മത്തിൻ്റെ പുണ്യം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ ഒരു നിഷ്ഠയായ ജീവിതവും ആ ഒരു ചിട്ടയോടെ ജീവിച്ചില്ലെങ്കിൽ അതെന്ത് നമുക്ക് കിട്ടില്ല. ഒരിക്കലും അതാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ആശ്രമത്തിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാൽ അത് എങ്ങനെ ചെയ്യുന്നു അതാണ് ഗുരു ഒരിക്കലും ഞങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രാർത്ഥനയുടെ കാര്യം ശിശുവെ പറഞ്ഞ അടുത്ത വാക്കുതാ പറഞ്ഞത്, നിങ്ങൾ ഇത്രയൊക്കെ കർമ്മം ചെയ്തു, ഈ ഭാഗ്യത്തെ ഈ പുണ്യത്തെ നിങ്ങൾക്ക് നിലനിർത്താൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അടുത്ത ചോദ്യമാണ് ചോദിച്ചത്. മനസ്സിലായത്? നിങ്ങൾ അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്താണ്, നമ്മളല്ല കുറേ ആളുകൾ. അപ്പോൾ ആ കർമ്മം ഫലിച്ചിട്ടുണ്ട് അതാണ്. പക്ഷേ അപ്പോൾ ഫലിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു നന്മ കിട്ടും. പക്ഷേ ആ നന്മയെ ഇപ്പോൾ ഗുരുപൂജ ചെയ്താലൊക്കെ നമുക്ക് നന്മയെ കിട്ടുന്നു. അതിനെ നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ ദുർവാസാവിനെ പോലെ വന്ന് ഗുരു പറഞ്ഞു. ദുർവാസാവ് മഹർഷി എന്ത് ചെയ്യും? തപസ് ചെയ്ത് പുണ്യം നേടും, ശപിക്കും. ആ തപശക്തി മുഴുവൻ അങ്ങോട്ട് പോകും. പിന്നെയും തപസ് ചെയ്യും, പിന്നെയും ശപിക്കും. അതുപോലെ നമ്മളെ ഗുരുപൂജയൊക്കെ ചെയ്ത് നല്ല നിർത്തും. നമ്മൾ എന്തെങ്കിലും ഇടങ്ങാറാക്കി വാക്കുകൊണ്ടോ ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എങ്ങനെയെങ്കിലും നശിപ്പിക്കും നമ്മൾ. അപ്പോൾ ആ പിതൃവിന് വിഷമാവും. മനസ്സിലായി? അപ്പോൾ ആ പിതൃവിൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളൊക്കെ തന്നെ അവരെ വിഷമം നമ്മളിലേക്ക് വരും. ആ പിതൃ സന്തോഷം നമ്മളിലേക്ക് വരും. പക്ഷെ പിതൃ മിക്കവാറും വിഷമിച്ചിട്ടായിരിക്കും ഉണ്ടാവുക, നമ്മളെല്ലാം ആൾക്കാർ. അപ്പോൾ എന്താ സ്ഥിതി? അപ്പോൾ അവർക്ക് ഒരു സന്തോഷം കിട്ടണമെങ്കിൽ ആർക്ക് സന്തോഷമാവണം? ഗുരുവിന് സന്തോഷമാവണം. മനസ്സിലായില്ലേ? ഗുരുവിന് സന്തോഷ കാരണമായൊരു കർമ്മം നമ്മൾ ചെയ്യും. ഗുരുവിന് വെറുതെ സന്തോഷമാവില്ല. നമ്മളെ കാണുമ്പോൾ ഗുരു ചിരിക്കും, മുട്ടയൊക്കെ വാരിത്തരൂ. അത് നമ്മളേക്ക് ഗുരുവിനെ കണ്ട ഭയങ്കര വിളിച്ചു, ഭയങ്കരമായിരിക്കും. മറ്റവനോട് ഒന്നും മിണ്ടിയില്ല. ചിലപ്പോൾ അവനോട് മിണ്ടണ്ട, കാരണം അവൻ്റെ ആ ഭക്തനാണ് അവനോട് ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ ചെറിയ പരിവമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എന്നെ വിളിച്ചു, എനിക്ക് മുട്ടായി ഒന്നും വലിയ മുട്ടായി ഒന്നും എന്നെ നോക്കി ചിരിച്ചു, മറ്റവർ എന്നെ കണ്ടിട്ട് ജോയിൻ്റ് ചെയ്യുക, അപ്പോൾ വിഷമിക്കുക, അങ്ങനൊന്നും അല്ല. ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ജീവനെയാണ് സ്നേഹിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ ഭൗതിക ശരീരത്തിനല്ല. അപ്പം നമ്മൾ കഴിക്കുന്നത് നമ്മളെ ഭയങ്കര സ്നേഹം, നമ്മൾ ഭയങ്കര ആയിപ്പോയിന്നല്ല, നമുക്കാണ് ഏറ്റവും വലിയ കുറവുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ പിടിച്ചു നിർത്തിയൊക്കെ തന്നത്. അങ്ങനെ ആരും ചിന്തിക്കുക. എല്ലാവരും ഭയങ്കര മറ്റവരാണ്. എനിക്ക് കിട്ടിയിട്ടില്ല, എന്നെ കണ്ടപ്പോൾ വിളിച്ച് എനിക്കത് കാരണം അവനത് കൊടുക്കണം, അവൻ എന്തോ ഒരു കുറവുണ്ട്, എന്നെ കുഴി പോയി ചാടുവേ. അങ്ങനെ പല അനുഭവങ്ങളുണ്ട്. പലരും അവസാനം ഗുരു ആ വ്യക്തിയോട് തന്നെ പറഞ്ഞു, ഗുരു എനിക്ക് എന്നൊക്കെ പറഞ്ഞു, എടാ നിനക്കിതിൻ്റെ ആവശ്യമില്ല, അവന് ഭയങ്കര അപകടം വരാൻ പോകും, അവനെ രക്ഷപ്പെടുത്താനാണ് ഞാൻ അവന് പങ്കു കൊടുക്കുന്നത്, അവനെ സ്നേഹിക്കുന്നത്, അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഗുരു നമ്മളെ സ്നേഹിക്കുന്നില്ല, നമ്മളെ ഭൗതികമായി ചിന്തിക്കരുത്. അതിൻ്റെ ആത്മീയ തലങ്ങൾ വളരെ വലുതാണ്. മനസ്സിലായില്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ പിതൃ എന്ന് പറയുന്ന ആ ഒരു കർമ്മ സ്വഭാവത്തെ നമ്മൾക്ക് ശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെറുതെ ഇങ്ങനെ ചുണ്ടനിക്കാൻ പോരാ. പ്രാർത്ഥന ചെയ്യുന്നതിലൊക്കെ എന്തുണ്ട്, അതിൻ്റേതായ ഒരു രീതിയിൽ നമ്മൾ ചെയ്യണം. വെറുതെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ 2 മിനിറ്റ് കൊണ്ട് 3 കണ്ട 3 സങ്കല്പം തല നിലത്ത് കുത്തിപ്പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തിരി കത്തിച്ച് മോനെ പ്രാർത്ഥിക്ക്, ഇങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരിയല്ലേ? നമുക്ക് ഞാനിത് കോമഡി ആയിട്ട് പറയില്ല, മനസ്സിലാവാൻ വേണ്ടി പറയുന്ന. നമ്മളൊക്കെ 3 പ്രാവശ്യം ആണ്ടം ചൊല്ലി നമ്മളങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ ആക്കി നമ്മൾക്ക് ഗുരുവിൻ്റെ മുന്നിൽ ഗുരുവിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ നമ്മൾ ചെയ്യും. മനസ്സിലായി? ഗുരുവിൻ്റെ അടുത്ത് നമ്മളെ വീട്ടിൽ നമ്മൾ ഗുരു ആ സങ്കല്പത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഗുരു
കാണുന്നു, ഗുരു അറിയുന്നു, ഗുരുവിനാണ് നമ്മൾ ചെയ്യുന്നത്, ചെയ്തത് ഗുരുവെന്നോർത്തത് ചെയ്യുക. മനസ്സിലായി? അപ്പം നമ്മൾ ഗുരു ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യണം, നമ്മളായിട്ടല്ല ചെയ്യേണ്ടത്. അപ്പം ഗുരുവായിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ ആ രീതിയിൽ നിങ്ങൾ എന്നെ ശുശ്രൂഷിക്കുന്നത് പോലെ എന്നാ ഗുരു പറഞ്ഞു. എൻ്റെ ശരീരത്തെ, പ്രസ്ഥാനത്തെ നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്യുക, അത് പാത്രം കഴുകുന്നതായാലും മുറ്റം അടിക്കുന്നതായാലും പൂജിക്കുന്നതായാലും തിരികെ ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത് പോലെ ചെയ്യണമെന്നാണ് ഗുരു പറഞ്ഞു. ഇതെൻ്റെ ശരീരമാണ് അല്ലേ? ആശ്രമമായാലും നമ്മുടെ ഇതെൻ്റെ ശരീരമാണ്. അപ്പം നമ്മൾ കാര്യം തിരുവനന്തപുരത്ത് പോയിട്ടല്ല, നമ്മുടെ ആശ്രമം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ ശരീരമാണ്. ഇതിൽ കിടക്കുന്ന ഒരു ഇല ആ ഒരു പ്രാർത്ഥനാലയത്തിൽ കിടക്കുമ്പോൾ അതെവിടെയാണ് കിടക്കുന്നത്? എൻ്റെ ഗുരുവിൻ്റെ ശരീരത്തിലാണ്. അതാ നിങ്ങൾ ഒരു ഇലയെങ്കിലും മാറ്റിയിട്ടാൽ മതി. അപ്പോൾ ആ സങ്കല്പത്തിൽ നമ്മൾ ചെയ്യണം. വെറുതെ ഒരു ഇല ഉണ്ട്, മാറ്റിയിട്ട് അങ്ങനെ അപ്പോൾ നമ്മൾ നമുക്കറിയില്ല. അപ്പോൾ ഭക്തനാണ് ചിന്തിക്കുക, ദൈവമേ ഈ ഇല എൻ്റെ ഗുരുവിൻ്റെ ശരീരത്തിലാണ്, അപ്പോൾ അത് ഞാൻ ഭക്തിയോട് പ്രാർത്ഥിച്ച് ഇല്ലേ, അത് മാറ്റിയിടുമ്പോൾ അങ്ങനെ കാര്യം ചിന്തിക്കാൻ്റെ വളരെ പാടാണ്. ചിന്തിക്കുന്നവരുണ്ടാവും, അങ്ങനെ ചിന്തിക്കുന്ന ആൾ കുറവായിരിക്കും. ചിലപ്പോൾ നമ്മളത് അവൻ എടുക്കട്ടെ, നമ്മളങ്ങ് പോകും അല്ലേ, പുറകെ വരുന്നവരെ. നമ്മളെപ്പോഴും അങ്ങനെയാണ്, ഞാൻ എടുക്കൂല വേണല്ലേ, ഞാനൊന്നും എടുക്കാറില്ല. നമ്മളങ്ങനെയാണ്, 2-3 ഇല ഉണ്ടെങ്കിൽ പണിയാവും, വേണ്ട, പിന്നെയും കാറ്റടി പിന്നെയും വീഴും, അപ്പോൾ പിന്നെ ആരെങ്കിലും എടുക്കട്ടെ, നമ്മളങ്ങ് പോവും. നമുക്ക് കിട്ടിയ അവസരം നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ആ ഒരു ഇല എടുത്ത് ആ നിങ്ങളൊരു ഗുരുവാണെങ്കിൽ കേട്ടില്ല, ഒരു കരിയിലെങ്കിലും നിങ്ങൾ എടുത്ത് മാറ്റണം ഇവിടെ വന്നാൽ. അപ്പോൾ ആ കരിയിലെടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ ഒരു സങ്കല്പം അതിൽ വേണം. വെറുതെ നമ്മൾ കർമ്മം ചെയ്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ സങ്കല്പിച്ചിട്ടോ കാര്യമില്ല. നമ്മളത് എങ്ങനെ ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു, മനസ്സിലായി? അതെങ്ങനെ ചെയ്യണമെന്ന് അറിവ്, അതാണ് ഈ സത്സംഗങ്ങൾ വെച്ചിരിക്കുന്നത്, അതിന് വേണ്ടിയാണ്. ഇതില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ? അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആ കുടുംബത്തിൻ്റെ ആ നീചരാശിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം സ്വാധീനിച്ചിരിക്കുന്ന ആ പിതൃ ആരാധനാ സ്വഭാവത്തെ, അതാണ് ഗുരുപൂജ എന്ന് പറയുന്നത്. ഒരു ഗുരുപൂജ തന്നെയാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഇനിയിപ്പോൾ കർമ്മത്തിലേക്ക് വരാം. ഇപ്പോൾ കർമ്മത്തിലേക്ക് വരുമ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വിചാരിക്കും കർമ്മം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്നതാണ് കർമ്മം. അല്ല, നമ്മളായിരിക്കും കുറേ ശരീരം കൊണ്ട് കുറേ ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും നമ്മുടെ വാക്കുകൾ, മനസ്സിലായില്ലേ, അതുപോലെ നമ്മുടെ പ്രവൃത്തി, ഇത് മൂന്നും കൂടി ചേരുന്നതാണ് മനസ്സാ വാച കർമ്മത്തോട് ചേരുന്നതാണ് കർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ കർമ്മം എന്ന് പറയുന്നത് ഗുരു പറഞ്ഞിരിക്കുന്നത് കലിയുഗത്തിൻ്റെ തപസ്സാണ് കർമ്മം. തേതായ ദ്വാപരയുഗത്തിൽ ഫുള്ള് തപസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് തപസ്സുണ്ടോ? ഇല്ല. നമുക്ക് 5 മിനിറ്റ് നമുക്ക് തപസ്സിരിക്കാൻ പറ്റില്ല, പിന്നെയല്ലേ തപസ്സിരിക്കുന്നത്. അപ്പോൾ ഗുരു 5 മിനിറ്റ് മതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം നമുക്ക് കഴിയൂല, നമ്മൾ അത്ര ലെവലിൽ എത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് കർമ്മം എന്ന് പറയുന്നത് ആ കർമ്മം നമ്മൾ ചെയ്യുന്നത്, ആ കർമ്മ സ്വഭാവം നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? അത് വാക്ക്, പ്രവൃത്തി, പിന്നെ നമ്മുടെ ചിന്ത. അപ്പോൾ കർമ്മം എന്ന് പറഞ്ഞാൽ ഗുരു കലിയുഗത്തിൻ്റെ തപസ്സാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഗുരു ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഗുരു ചെയ്ത എന്തെങ്കിലും കർമ്മമുണ്ടോ? ഗുരു ശിവഗിരിയിൽ അദ്വൈതാശ്രമത്തിൽ ആദ്യം ചെന്നപ്പോൾ ഗുരു എന്താ കൊടുത്ത്? അവിടെ പൂ പറിക്കാനും, അവിടെ പശുവിനെ കുളിപ്പിക്കാനും, ചാണം വാരുന്നു, അടുക്കളയിൽ പാചകം ചെയ്യുന്നു, തൂത്തുന്നു, മുറ്റമടിക്കുന്നു, അതിഥികളെ പരിചരിക്കുന്നു. നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള എല്ലാ പാത്രം കഴുകുന്നു, എല്ലാ കർമ്മങ്ങളും ഗുരു ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ കർമ്മങ്ങളൊക്കെ ചെയ്തു വെച്ചതിൻ്റെ ഒരു നന്മ, ആ നന്മ ഈ എവിടെയുണ്ട്? ഈ സൂക്ഷ്മ പ്രകൃതിയെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതിനെ ഗുരു അവിടെ വെച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്? നമുക്ക് വേണ്ടി. അപ്പോൾ ഒരു ശിഷ്യൻ വന്ന് ആശ്രമത്തിലെ ഒരു പാത്രം കഴുകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ ഗുരു ചെയ്തൊരു കർമ്മമുണ്ടല്ലോ, ആ പാത്രം കഴുകുമ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു കർമ്മം നമുക്ക് കിട്ടും. മുറ്റമടിക്കുമ്പോൾ അതാ പറഞ്ഞത്. അപ്പോൾ ചോദിക്കുക ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോരെ? നമ്മൾ ചോദിക്കുക ആശ്രമത്തിൽ വന്നിട്ട് ഇതെല്ലാം ചെയ്യുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു നിങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഇല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പറയില്ല, ഞാനിതേ ചെയ്യുള്ളൂ, ഞാൻ കരിക്കരി മാത്രമേ ഉള്ളൂ. ചിലർക്ക് അങ്ങനെ ഉണ്ട്, ഞാൻ ഇതേ ചെയ്യുള്ളൂ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരു വേറെ ചിലപ്പോൾ നമ്മൾ പൂ പറിക്കുന്നു, ചിലപ്പോൾ നമുക്ക് പല കാര്യം. ഇപ്പോൾ ഞാൻ അടുത്ത കാരണം പുല്ല് വെട്ടാനാണ്. പുല്ല് വെട്ടാനോ? അപ്പോൾ ഗുരു പുല്ല് വെട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഓരോ പശുവിന് വേണ്ടി പുല്ലരിയാൻ പോയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ, നമ്മൾ ആ കർമ്മം നമുക്ക് അറിയുകയോ, ഞങ്ങളോടൊക്കെ ഗുരു ശിഷ്യർ പറഞ്ഞു നിങ്ങളെല്ലാം ചെയ്യണം. എന്താണ്, പൂജാതി കാര്യം മാത്രമല്ല, എന്താണ് ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ഉൾപ്പെടെ, ക്ലീനിങ് ഉൾപ്പെടെ പറയുന്നത്. പിന്നെ പശുക്കളെ കാര്യം, പശുവിനെ തൊഴുത്ത് പോകണം. അപ്പോൾ അങ്ങനെ പശുവിൻ്റെ തൊഴുത്തിൽ പോയിട്ട് പശുവിനെ പരിചരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ട്വിസ്റ്റായിട്ട് വരാം. അപ്പോൾ ഞാൻ പോയ സമയം ഞങ്ങളെല്ലാവരും പോയി. അപ്പോൾ ഞാൻ വളരെ ബുദ്ധിമാനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഒരു ചെറിയ പശുവിനെ പിടിച്ച്, വലുതാണ് പ്രശ്നമല്ലേ. അപ്പോൾ എല്ലാവരും പശുവിനെ എടുത്തിട്ട് ആശ്രമം ചുറ്റി വലം വെച്ച് വരണം. നമ്മൾ തൊഴുത്തറിയാലോ, അവിടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ചുറ്റിയ കുറേ ഉണ്ടല്ലോ. അപ്പം ഞാൻ വളരെ ബുദ്ധിപൂർവ്വം എന്ത് ചെയ്ത്, ഒരു ചെറിയ പശുക്കുട്ടീനെ പിടിച്ച്. ഈ പശുക്കുട്ടിയെ വലുതിനെ പിടിച്ചാൽ മതി, പിന്നെ അറിയാം ഇവനെ ഭയങ്കര ഓട്ടം, ഞാനിതിൻ്റെ കൂടെ ഓടുന്നു. അങ്ങനെ എല്ലാവരും വിറ്റായി. ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നെ ആ ബുദ്ധി ഉപയോഗിച്ചില്ല. ഞാനെന്താ പറയുക, ചെറുതാനുണ്ട് പിടിച്ചിട്ട് അത്യാവശ്യം ഇങ്ങനെ പെട്ടെന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് വെച്ചാൽ. വലിയ പശുക്കാണ്, ഒരു കുഴപ്പമില്ല. അവിടെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശാന്തന സ്വഭാവമുള്ള പശുക്കളാണ്. ഇവനെ ഞാൻ ഓടിയിട്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് തിരിച്ചു വന്ന് റൗണ്ട് ചെയ്തിട്ട്. അപ്പോഴത്തെ കുറേ കർമ്മങ്ങൾ അഴിഞ്ഞു പോയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ പോയപ്പോൾ എന്ത് ചെയ്ത്, വലുതിനെ പിടിച്ചു. കാരണം എനിക്ക് മനസ്സിലായി ചെറുതിനെ പിടിച്ചാൽ പണി കിട്ടും. അപ്പോൾ എന്താ അറിയില്ല, ഓടിച്ചില്ല രണ്ടാമത്തെ ദിവസം. അപ്പോൾ എന്തോ ഒരു സ്നേഹമുണ്ട് നമ്മളോട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മളുടെ ആ കർമ്മം ഉണ്ടല്ലോ, നമ്മളിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, കർമ്മം എന്ന് പറഞ്ഞാൽ ഏത് പ്രവൃത്തിയും ഗുരു ചെയ്തിട്ടുണ്ട്, ഗുരു ചെയ്ത കർമ്മം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ പശുത്തൊഴുത്ത് പോയ ചാണകണം, അത് ഭയങ്കരതാണ്, ഏറ്റവും പുണ്യമുള്ള കർമ്മമാണത്. ഗുരു പറഞ്ഞാൽ എന്താ, അവിടെ സ്വർണ്ണമാണ് വാരുന്നതെന്ന് പറഞ്ഞത്. ആ ചാണകം കുഴിയിൽ നിന്ന് വാരി എടുക്കുമ്പോൾ ഗുരു എന്താ പറഞ്ഞാൽ, സ്വർണ്ണത്തെയാണ് വാരുന്നത്. അവന് ജീവൻ അടുത്ത ജന്മത്തിലെ സന്യാസി തുല്യ ജീവിതമായിരിക്കും അവർക്ക് കിട്ടും. എല്ലാം പരുത്ത് പോയിട്ട് ചിലർ വാരല്ല, കുറച്ച് ചാണകമുള്ളൂ. ഞാൻ പറഞ്ഞാണ് വാരണം. പക്ഷെ നമ്മൾ ഇനി ഇത് പറഞ്ഞിട്ട് എല്ലാവരും ഞാൻ എടുത്തു പോകണം. നമ്മൾ പശുവിനെ നോക്കിയാൽ തോട്ട് തലോടി ഒന്ന് സ്നേഹിച്ചിട്ടൊക്കെ നമ്മൾ ആരും എടുത്തു പോകുന്ന ആരുണ്ട് ഇവിടെ വന്നാൽ? ആരും പോയില്ല അല്ലേ. എല്ലാവരും ഇവിടെ പ്രാർത്ഥിക്കാൻ നേരെ ഭക്ഷണം കഞ്ഞിയും കുടിച്ച് മീറ്റിംഗ് പുഷ്പാഞ്ജലി എഴുതി. ഗുരുവിൻ്റെ പശുക്കളല്ലേ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമ്മളും ജസ്റ്റ് ഒന്ന് പോയി എന്തെങ്കിലും പഴമൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അവർക്ക് 2 പഴം നമ്മൾ കൊണ്ടുവന്ന് ഒരു സ്നേഹം കൊടുക്കുമ്പോൾ എല്ലാവരും കൊടുക്കണേ, 2 പഴമായിട്ട് വരരുത്. ഞാൻ അത് ആദ്യം 2 പഴം, അപ്പോൾ ഒരു 5-6 പഴമൊക്കെ എത്ര പശുണ്ടെന്ന് ആദ്യം പോയി നോക്കണം. എന്നിട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞത് ഒരു ആ അർത്ഥത്തിൽ പറയണേ, അല്ലാതെ ഒരു തമാശയല്ല. അപ്പോൾ നമ്മുടെ ഇവിടെ എല്ലാം നോക്കണം. അപ്പോൾ അതുണ്ട്, പിന്നെ ഇതെല്ലാം കാര്യങ്ങളുണ്ട്, അടുക്കള മാത്രമല്ല അല്ലേ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളുണ്ട്, പൂ പറിക്കാനുണ്ട്, നാളെ പുഷ്പാഞ്ജലി പൂവുണ്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 2 പൂ പറിച്ചാലും വെക്കുകയാണെങ്കിൽ ഗുരുവിന് ആ പൂ ഇടൂല്ലേ. അപ്പോൾ ആ കർമ്മം നിങ്ങൾക്ക് കിട്ടൂലേ. ഇവിടെ 2-3 ആൾക്കാർ മാത്രം ഉണ്ടാകും പൂ പറിക്കാനും ആരും കെട്ടാനും. നമുക്കും കിട്ടേണ്ട അതിൻ്റെ ഒരു ഭാഗ്യം. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ചോദിക്കണം അതിൻ്റെ ആൾക്കാരോട്, ഇവിടെ ചെയ്യുന്ന എന്താ ചെയ്യാണ്ട്. അപ്പോൾ കുറച്ച് തുളസി പറിക്കൂ, അല്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൂ പറിക്കൂ. അപ്പോൾ എന്താണ് അത്, നമ്മൾ ഗുരുവിന് ആ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ സമർപ്പിക്കുമ്പോൾ അതിലൊരു ഭാഗം നമുക്ക് കിട്ടിയില്ലേ. കർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല നമ്മൾ എന്താണ്, നമ്മളുടേതായ ആ ഒരു കർമ്മത്തിലൂടെ മാത്രം നമ്മൾ ചിന്തിക്കരുത്. ആശ്രമത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിന് നമ്മൾ അന്വേഷിക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അപ്പം നമ്മൾ തന്നെ കർമ്മം എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കർമ്മത്തിൽ നമ്മൾ എന്ത് വേണം, മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്യണം. മനസ്സെന്ത് ചെയ്യണം, ആ കർമ്മത്തിനോടൊപ്പം നമ്മൾ ചേർത്ത്. അല്ലെങ്കിൽ എന്ത് കിട്ടില്ല, ആ നന്മ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്ത് വേണം, പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സാ പ്രാർത്ഥനയായിരിക്കണം. പണ്ട് ഒരിക്കലൊരു ഞാൻ വായിച്ചതാണ്, ഒരു മുസ്ലിം ഒരു സൂഫി സന്യാസിനിയായ റാബിയ എന്ന് പറയുന്ന ഒരു സന്യാസിനിയുണ്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആത്മീയ അവസ്ഥ കടന്നുപോയൊരു വലിയൊരു ജീവനാണ്. അപ്പോൾ അവരൊരിക്കലും ദർശനത്തിൽ കണ്ടത് ഒരു സ്വർണ്ണ വാഴ കുലയിൽ നിന്നും, സ്വർണത്തിൻ്റെ ഒരു വാഴ, അതിലൊരു സ്വർണത്തിൻ്റെ കൊലയുണ്ട്. ആ കൊലയിൽ നിന്ന് കുറേ പഴങ്ങൾ താഴെ വീണു. അപ്പോൾ അവരുടെ അള്ളാഹുവിനോട് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ താഴെ വീണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, നീ എന്നെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ നിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. അവർ പിറ്റേ ദിവസത്തേക്ക് എന്തോ റൊട്ടിക്ക് വേണ്ടി മാവ് കുഴച്ച് വെച്ചു. അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാനൊക്കെ മാവ് കുഴച്ചല്ലോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിലിങ്ങനെ ചിന്ത വന്നു, ഈ മാവ് നാളത്തേക്ക് പുളിക്കുമോ എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു. ഈ പ്രാർത്ഥന ഇടയിൽ അവർ ചിന്തിച്ച്, അങ്ങനെ എൻ്റെ ചിന്ത നിന്നിൽ നിന്നും മാറിപ്പോയി, നിനക്ക് അവകാശപ്പെട്ടതൊക്കെ താഴെ വീണു.
അപ്പം നമ്മുടെ സ്ഥിതി ഞാൻ എൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കി, ഒരു പഴം ഉണ്ടാവില്ല, വാഴ തന്നെ ഉണ്ടാവില്ല, പിന്നെ പഴം. കാരണം നമ്മളത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ചിന്ത മുഴുവൻ പലതായിരിക്കും അല്ലേ. നിങ്ങൾ പ്രത്യേക സ്ത്രീകളിപ്പോൾ നാളത്തേക്ക് ദോശയ്ക്ക് മാവ് പുളിക്കുമോ, നാളെ ഇപ്പോൾ അത് എന്താ പലഹാരം ഉണ്ടെങ്കിൽ ചിന്തയാണ് നമുക്ക് അല്ലേ. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിന്ത വരുന്നത് എന്താ? ഞാൻ പറഞ്ഞ സത്യമല്ലേ, ഇത്രയും ആത്മീയ ഉന്നതി നിൽക്കുന്ന അവർക്ക് പോലും സംഭവിച്ചു, പിന്നെ നമ്മളെ കാര്യം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ല, നമ്മുടെ മനസ്സ് ചെയ്യുന്ന പ്രവൃത്തിയോട് ചേർന്ന് നിൽക്കണം. അതല്ല മനസ്സറിഞ്ഞ് ചെയ്യുക എന്നിട്ടില്ല. മനസ്സറിഞ്ഞ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ശരീരവും മനസ്സും ഒരു സ്ഥലത്തായിരിക്കണം. അപ്പം ഞാൻ ഇതിങ്ങനെ മുറ്റടിച്ച് വരുമ്പോൾ ഗുരു പറഞ്ഞില്ലേ, ഈ മുറ്റം അടിച്ച് വരുമ്പോൾ അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമുക്കൊരു മണിക്കൂർ കർമ്മം ചെയ്യണം. അപ്പോൾ ഞാനൊരു 12:15 നിർത്തും. അപ്പോൾ കർമ്മത്തിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരു ആത്മീയമായിട്ട് വലിയ അറിവോ അല്ലെങ്കിൽ വലിയ അങ്ങനെ ഒരു കർമ്മശേഷിയുള്ളവരൊന്നുമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ആത്മീയതയെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയേക്കണം അടുത്തൊരു ടിപ്സാണ്. വേറെ ചെറിയ ചെറിയ ടെക്നിക്കുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനത് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ ആത്മീയതയെ തേടി പോയി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് അങ്ങനെ ഒരു വാസനയില്ല. നമുക്ക് ഭൗതികമായ കർമ്മം ചെയ്യാനേ നമുക്ക് ഒരു അറിവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, അപ്പോൾ നമ്മളൊരു പൂജാമുറി നമ്മളിപ്പം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതൊരു കർമ്മമാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളിങ്ങനെ വൃത്തിയാക്കുമ്പോൾ അതാണ് ഗുരു പറഞ്ഞത്. അപ്പം നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടാവണം? ഒരു സങ്കല്പം ഉണ്ടാവണം. അല്ലാതെ അയ്യോ ഇതൊരു വൃത്തിയാണ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണമെന്നുള്ളൊരു, പ്രത്യേകിച്ച് ഒരുപാട് പണി വീട്ടിലുണ്ടാവുമല്ലോ. നമ്മളെല്ലാം അങ്ങനെ തന്നെ, ഏത് പ്രവൃത്തിയായാലും. നമ്മളിപ്പം പൂജാമുറി എന്നല്ല, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു മടുപ്പൊക്കെ വരും. അപ്പോൾ നമുക്ക് ദേഷ്യം പിടിച്ചിട്ടേക്ക് അത് ചെയ്യാം. എൻ്റെ ഡ്രസ്സൊക്കെ അടിച്ച് പൊട്ടിക്കാണ്ടില്ല. പലപ്പം വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ എന്താണ്, നമ്മൾ ഈ പൂജാമുറിയൊക്കെ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പ്രത്യേകിച്ച് ചിലവുണ്ട്. നമ്മുടെ മനസ്സിലൊരു സങ്കല്പമുണ്ട്, ദൈവമേ ഈ പൂജാമുറി വൃത്തിയാകുന്നത് പോലെ എൻ്റെ ജീവൻ വൃത്തിയാവണം, എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും അവരുടെ ജീവനിലെ കുറവുകൾ മാറിപ്പോകും, അഴുക്കുകൾ മാറി. ഇപ്പം അവിടുത്തെ അഴുക്ക് പോവല്ലേ. പിന്നെ കുറച്ചുകൂടെ ഗുരു പറഞ്ഞിട്ടുണ്ട്, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. ചില ആൾക്കാരെ കുറച്ചുകൂടി ചിന്തിക്കും, അതുപോലെ എൻ്റെ വീടിൻ്റെയും നാടിൻ്റെയും ഈ ലോകത്തിൻ്റെയും മാലിന്യങ്ങൾ മാറിപ്പോകണേ, അഴുക്കുകൾ മാറിപ്പോകണേ ചിന്തിക്കാം. ഇത്രയും ചെയ്തില്ലെങ്കിലും ഇത്രയെങ്കിലും നമ്മൾ ചെയ്യുക, നമ്മുടെ വീടിൻ്റെയെങ്കിലും ഒരു കുറവ്. പിന്നെ അത് കുറച്ചുകൂടെ പിന്നെ രണ്ടാമത്തെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു ത്യാഗമാണ്. അതൊരു കുറച്ചുകൂടെ ഒരു റേഞ്ച് വിട്ടുള്ള സങ്കല്പമാണ്. അപ്പോൾ നമ്മൾ പൂജാമുറി ഇങ്ങനെ തുടയ്ക്കും, വിളക്ക് നമ്മൾ വൃത്തിയാക്കുന്നു അല്ലേ. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കറിക്ക് അരിയുന്നു അല്ലേ, ഭക്ഷണം പാകം ചെയ്യുന്നു. അരി ഇടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ദൈവമേ ഇത് കഴിക്കുന്ന അല്ലേ, ആ ഗുരുവിൻ്റെ അവരുടെ ശരീരത്തിനും മനസ്സിനും ഉച്ചക്കനുസരിച്ച് ഈ ഒരു രക്തമായിട്ടാണ് അത് വരുന്നത്, ഊർജ്ജമായിട്ട് നല്ല ചിന്തകളും നല്ല പ്രവൃത്തികളും നല്ല വാക്കുകളും വരണേ എൻ്റെ ഭർത്താവിനും മക്കൾക്കും എന്ന രീതിയിൽ നമ്മൾ കറിക്കരിക്കുന്നു. ഒരു സങ്കല്പം ചെയ്താൽ നമ്മൾ ചെയ്യേണ്ട. അല്ലാതെ നമ്മളിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുറ്റം അടിച്ചു വരുമ്പോൾ ഗുരു പറഞ്ഞില്ല, അന്ന് സൗമ്യജന്യടുത്തൊക്കെ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാലോ, ഈ മുറ്റത്തിലെ മാലിന്യങ്ങൾ മാറിപ്പോകുന്ന പോലെ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ജീവൻ്റെ ലോകത്തിന് മാറിപ്പോകണം. അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, അത് പൂർണ്ണതയിൽ ചെയ്യണം. മനസ്സിലായി? നമ്മളങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല. ഇപ്പം തന്നെ ഇവിടെ വന്ന് നമ്മൾ കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്ത് നമ്മളങ്ങ് പോകും.
അല്ലേ? ആശ്രമത്തിൽ വന്നാൽ അങ്ങനെ നമ്മളൊരു കാര്യം നമ്മൾ ഗുരു പൂർത്തീകരണമില്ലാത്ത ഏതൊരു കർമ്മം ചെയ്താലും നമുക്ക് അതിൻ്റെ പൂർണ്ണമായ നന്മ കിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒരു കാര്യം ചെയ്തു അല്ലേ? ചെയ്യുന്നത് അരമണിക്കൂർ 1 മണിക്കൂറോ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് സമർപ്പിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം കുറേ ഗ്ലാസ് ഉണ്ടാവും അവിടെയും ഇവിടെയും. വെള്ളം കുടിക്കണമെന്ന് ഗ്ലാസ്സായിരിക്കും. പിന്നെ എന്താണ് ആ വെട്ടുകത്തിയില്ലേ, കത്തി അല്ലെങ്കിൽ കോടാലി, മറ്റേ ഈ മമ്മൂട്ടി എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യും? അതൊക്കെ അവിടെ പല സ്ഥലത്തിട്ട് നമ്മൾ പോകും അല്ലേ? അങ്ങനെ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ സങ്കല്പം ഉണ്ടായിട്ട് ഗുണം എന്താണെന്നറിയോ? ഇല്ലേ നമ്മൾ അടുത്തുള്ളവരെ കുറ്റം പറഞ്ഞാൽ സംസാരിച്ച് നമ്മൾ ചെയ്യും അല്ലേ? അടുക്കളയിലായാലും നമ്മൾ ഒരു പൊതുരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു മനസ്സിൽ നമ്മൾ പരസ്പരം സംസാരിച്ചിട്ടല്ല അധികം ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് കർമ്മം ചെയ്യുമ്പോൾ അറിയാമല്ലോ, അല്ല ആരെയും കുറ്റം പറയല്ല അങ്ങനെ. അപ്പം നമ്മളുടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? നമ്മൾ ഗുരുവിന് വേണ്ടിയാണ് ചെയ്യുന്നത് അല്ലേ? ചെയ്തത് ഗുരുവെന്ന് ഓർത്ത് ചെയ്യുക. അപ്പോൾ കർമ്മഫലോദയ വാസന പിന്നെ ജന്മം നീട്ടാം മോഹവും അകലും. കാരണം അങ്ങനെ ഗുരുവാണെന്ന് ചെയ്ത് ഗുരുവിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ഈ പുണ്യവും പാപവും ഉണ്ട് രണ്ടും അനുഭവിക്കാൻ നമ്മൾ ജനിക്കണം. പുണ്യം വന്നാലും ജനിക്കണ്ടേ? അപ്പോൾ ഗുരുവാണ് ചെയ്യുന്ന ഓർത്ത് കഴിഞ്ഞാൽ ഈ കർമ്മഫലം എങ്ങോട്ട് പോകും? ഗുരുവിലോട്ട് പോകും. അപ്പോൾ നമുക്ക് പ്രശ്നമുണ്ടോ? ഇല്ല. ഞാനാണ് ചെയ്തത്, ഞാനിതൊക്കെ വെട്ടി വൃത്തിയാക്കി, ഞാനില്ലെങ്കിൽ നടക്കൂല. ആ മുരളി മാഷ ഞാനാണ് ആരെങ്കിലും ചെയ്താൽ പോയി ഉദാഹരണം പറഞ്ഞാണ്. മാഷ ഇങ്ങനെ ചെയ്യില്ല, അത് വേറെ. അപ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. എന്നാലും ഞാൻ പൊതുവേ പറയണം നമ്മളൊക്കെ എങ്ങനെയാണ്. അപ്പം നമ്മളല്ല ചെയ്തത്, ആരാ ചെയ്തത്? ഗുരുവാണ്. അപ്പം നമ്മൾ വൃത്തിയാക്കുന്ന ഏത് ചെറിയ കർമ്മമായാലും അത് ഗുരുവിനെ വൃത്തിയാക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അത് നല്ലോണം വൃത്തിയാക്കും. ഒരാൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ആർക്കാണ്? ഗുരുവിനാണ്. അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ അവനോട് ഞാൻ ദേഷ്യപ്പെട്ടാൽ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഗുരുവിൻ്റെ പ്രകാശം അവൻ്റെ ഉള്ളിലില്ലേ? നമ്മുടെ വാക്കുകൊണ്ട് അവനൊരു വേദന വന്നാൽ എൻ്റെ ഗുരു വേദനിക്കും എന്നാരും ചിന്തിക്കാറുണ്ടോ? ഇല്ല. നമ്മളവനല്ല ചീത്ത പറയും. ചീത്ത പറയേണ്ടത് ചീത്ത പറയണം, തെറ്റ് ചെയ്ത് അല്ലാതല്ല ഞാൻ പറയണം. അപ്പം നമ്മൾ അവനെക്കുറിച്ച് മോശമായിട്ട് വാക്കുകൊണ്ട് പ്രവർത്തിക്കുമോ? ഇല്ല. അപ്പോൾ അവനെ ഞാൻ കുറ്റം പറഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ കുറ്റം ഞാൻ ഗുരുവിനെയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്ത് പറ്റും? നമ്മൾ കുറ്റം പറയുമോ? പക്ഷെ നമ്മൾ പറഞ്ഞു പോകും. നമ്മളറിയാതെ നമ്മൾ കുറ്റം പറയുന്നതായിട്ടല്ല പറയാം, നല്ല രീതിയിൽ തന്നെ കുറ്റം പറയുന്നത്, നന്നായിട്ട് വളരെ നൈസായിട്ട് പറയാമെന്നറിയില്ല. നമ്മൾ പറയാം ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല, നമ്മൾ വിചാരിക്കാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പറയും അങ്ങനെ പറഞ്ഞല്ലോ, അത് കുറ്റമായിരുന്നു ചോദിക്കും. അവിടെ മുകളിൽ ചെല്ലുമല്ലോ. അപ്പോൾ കണക്ക് പുസ്തകം കൊണ്ടെടുക്കും. ഇപ്പോൾ സന്ധ്യാപ്രകാശ് സന്ധ്യാപ്രകാശ് അന്ന് മറ്റേ മാവനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ, ഒരാളെ കുറിച്ച്. എല്ലാ ഗുരുവും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല, കുറ്റമാണ്. അപ്പോൾ ഒരു പോയിന്റ് കുറഞ്ഞു. ഞാൻ ഉദാഹരണം പറഞ്ഞാണ്, എല്ലാവർക്കും ബാധകമാണ് ശരിക്കും. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ എന്നോടും പറയും ഞാൻ അവിടെ പോയിട്ട് അവിടെ ഇങ്ങനെ പറഞ്ഞില്ലേ, അതിൽ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ശരിയാവണമെന്നില്ല, തെറ്റാവണമെന്നില്ല. മനസ്സിലായില്ല? അത് ഗുരുവിൻ്റെ നിശ്ചയം. അപ്പം നമ്മളെന്ത് ചെയ്താൽ മതി? ഗുരുവിൽ അർപ്പിച്ച് ഗുരുവാണ് ചെയ്യുന്നത്, ഗുരുവിന് വേണ്ടിയാണ് ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ എന്തുണ്ടാവും? ഒരു ത്യാഗവും. ആ പ്രവൃത്തി അവിടെ എഫക്റ്റീവാകും. ഈ കാട് വെട്ടിത്തെളിക്കുമ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? ഈ കാട് ഇനിയും വളർന്നു വരും. പക്ഷേ ഈ കാട് വെട്ടിത്തെളിക്കുന്നതിലൂടെ എൻ്റെ ജീവൻ്റെയും ഈ ആശ്രമത്തിൻ്റെ അല്ലേ നന്മയിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ വന്നത് വെട്ടണ്ടേ? നമ്മൾ മാത്രം വെട്ടിയാൽ മതിയോ? അപ്പോൾ ആ ഒരു ഇതിൽ വേണം നമ്മൾ വെട്ടാൻ. അപ്പോൾ നമുക്ക് എന്തുണ്ടാവും? വെട്ടാനൊരു ആവേശം ഉണ്ടാവും. ഇല്ലേ ഇതെല്ലാം വെട്ടണമല്ലോ എന്നൊക്കെ ചോദിച്ച് വെയിലാണ് എൻ്റെ കറുത്തു പോകും. ദൈവമേ, പ്രത്യേകിച്ചില്ല സ്ത്രീകളൊക്കെ അല്ലേ, അങ്ങനെ വെയിലൊന്നും ഞാൻ കൊണ്ടില്ല. പ്രായമുള്ളവന്മാർ ചെയ്യണ്ട കേട്ടോ, ചെയ്തോട്ടെ. അപ്പോൾ നമ്മൾ അപ്പോൾ എന്താണ് നമ്മളുടെ ജീവനിലേക്ക് എന്താണ് വരുന്നത്? ആ പ്രകാശമാണ്. നമ്മൾ കുറച്ച് ഇല്ലേ, ഞാൻ ഇതായിട്ട് പറഞ്ഞതല്ല. അപ്പോൾ എന്താണ്? അപ്പം നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മളിപ്പം എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഒരു സങ്കല്പം ചെയ്താൽ മതി. ഇപ്പം നമ്മൾ കുളിക്കുകയാണ്, ഇന്ന് ചിലവുണ്ടോ? നല്ല റെക്സോണോ അല്ലെങ്കിൽ സൺവായും ഒന്നാരും മേടിക്കില്ല, അത് വേറെ. ടെക്സ് അങ്ങനെയുള്ള PS ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളതൊക്കെ സോപ്പ് കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ശരീരത്തിൽ അഴുക്ക് പോകുന്നത് പോലെ എൻ്റെ ജീവനിൽ ചിന്തിച്ചൂടെ? എന്തെങ്കിലും പണിയുണ്ടോ? വലക്കുമ്പോഴും ചിന്തിച്ചൂടെ? നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഞാൻ അങ്ങനെയല്ല, ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൊണ്ട് വെക്കേണ്ട താമസം അപ്പോഴേയും കൈയിട്ട് പോയിരുന്നു. നമുക്കങ്ങനെ അറിവില്ല. എന്നായിരുന്നു കൈ പോയി പ്രാർത്ഥിക്കണമെന്നല്ല, നമ്മുടെ മനസ്സിലിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ
എന്താണ് ഈ ഭക്ഷണം എൻ്റെ ശരീരത്തിനും മനസ്സിനുമില്ലേ ഒരു ഊർജ്ജമായിട്ട് ഗുരുവിൻ്റെ പ്രവർത്തിക്കാനുള്ള ശക്തി തരണേ, എൻ്റെ ഈ ഊർജ്ജം നീചവാസനകൾ മാറിപ്പോണേ. അത് നിമിഷം കൊണ്ട് ചെയ്യുന്നതാണ്. ചില ആൾക്കാരെ കുറച്ചും കൂടി ചിന്തിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഗുരു കഴിച്ചിട്ടുണ്ടാകുമോ, നമ്മുടെ ചിന്തകളാണ് അല്ലേ, ഗുരുസ്ഥാനിയെ കഴിച്ചിട്ടുണ്ടാകുമോ. ഈ ലോകത്ത് എത്രയോ ആൾക്കാർ പട്ടിണി കിടക്കുന്നില്ലേ, അവർക്കും ആഹാരം കിട്ടണമെന്ന് ചിന്തിച്ചൂടെ? അതെല്ലാം നമ്മുടെ ആശയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഗുരു പട്ടിണി കിടന്ന് അതിന് വേണ്ടിയല്ലേ, അല്ലേ, ലോകത്തിൻ്റെ പട്ടിണി മാറാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് വരുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ ഒരു പകുതി ബാക്കി വേസ്റ്റാക്കി പോയില്ലേ. നമ്മുടെ കുട്ടികളെ അമ്മമാരെന്താ ചെയ്യുക, അത് സാറില്ല മോനെ, അല്ല അമ്മമാരങ്ങനെ ചെയ്യുന്ന കണ്ട കുട്ടികളും പഠിക്കുക. നമ്മളെന്ത് ചെയ്യില്ല, ആ ഭക്ഷണം അത് പൂർത്തീകരിച്ച് കഴിക്കില്ല അല്ലേ, പറഞ്ഞാൽ ശരിയല്ലേ. നമ്മൾ വെള്ളമാണെങ്കിൽ നമ്മൾ വെറുതെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ആവശ്യത്തിന് അനാവശ്യമായിട്ട് വെള്ളം ഉപയോഗിക്കും. ആത്മീയതയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വെള്ളത്തെക്കുറിച്ച് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഈ ലോക ഉൽപ്പത്തി തന്നെ എവിടെയാണ്, ജലത്തിലാണ്. അപ്പോൾ അതിന് നമ്മൾ കുറേ വെള്ളം ഉണ്ട് വെച്ചിട്ട് എന്ത് ചെയ്യരുത്, ഏത് കാര്യവും ശ്രദ്ധാഭക്തിയോടുകൂടി വേണം നമ്മൾ കർമ്മം ചെയ്യാൻ. അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ ഒരു ചന്ദനത്തിൽ എത്തിക്കാൻ വേണ്ടി 2 തീപ്പെട്ടിക്കൊള്ളി ഉപയോഗിച്ചപ്പോൾ 3 മണിക്കൂർ വഴക്ക് പറഞ്ഞു. 3 മണിക്കൂർ വഴക്ക് പറഞ്ഞു. എന്തുകൊണ്ടാണ്? തീപ്പെട്ടി ഇല്ലായിട്ടല്ല, എന്തുകൊണ്ടാണ്? അത് അശ്രദ്ധമായിട്ടൊരു കൊള്ളി നഷ്ടപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ ആശ്രമത്തിൽ പണ്ട് എവിടുന്നെങ്കിലൊക്കെ എന്താണ് ഇഷ്ടപൂജയൊക്കെ അടുത്ത വീട്ടിലെ ഓടിപ്പോയി തീപ്പെട്ടിയൊക്കെ മേടിച്ചിട്ടാണ് കത്തിച്ചുകൊണ്ടിരുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ഒരുപാട് തീപ്പെട്ടികളുണ്ടെങ്കിൽ കാറ്റാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല, ഒരു ഇതായിട്ട് പറയണം. അപ്പോൾ ശ്രദ്ധാഭക്തി എന്നാണ് ഗുരു പറഞ്ഞു. ശ്രദ്ധയില്ലാത്ത ഭക്തിയുടെ ഒരു കാര്യമില്ല, കർമ്മം ചെയ്തിട്ടൊന്നും കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യണം, ആ ഭക്തിയിൽ എന്ത് വേണം, ശ്രദ്ധ വേണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ആ ഭക്ഷണം നമ്മൾ ആവശ്യത്തിന് വാങ്ങാൻ പാടുള്ളൂ, ഒരു മണി പോലും കളയാൻ പാടില്ല. മനസ്സിലായില്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന തിരി കത്തിക്കുമ്പോഴായാലും, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമായാലും, നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കാര്യമായാലും നമ്മൾ അനാവശ്യമായിട്ട് എന്ത് ചെയ്യരുത്, ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞ സത്യം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ പുണ്യം നമ്മൾ കിട്ടിയാൻ വേണ്ടിയില്ല, ഉള്ള പുണ്യം നമ്മൾ കളയാതെ സൂക്ഷിക്കുകയാണ് ആദ്യം ഗുരു പറഞ്ഞു അല്ലേ. പിന്നെ വർദ്ധിപ്പിക്കാൻ നോക്കിയാൽ നമ്മളത് പുണ്യം നമുക്കങ്ങനെ അറിയില്ല. അപ്പം നമ്മളുടെ ഉള്ളിലൊരു നന്മ ഗുരു അതിനെ നിലനിർത്താൻ നമുക്ക് ആദ്യം കഴിയണം. അതിനെന്ത് ചെയ്യരുത്, നമ്മൾ കളയരുത്. പിന്നെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ പുണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗം തേടണം എന്നാണ് ഗുരു പറഞ്ഞു. അപ്പം നമ്മുടെ കർമ്മത്തിൽ എന്തുണ്ടാവണം, ആ ഒരു 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 സത്യസന്ധത ഉണ്ടാവണം. അതാണ് നമ്മുടെ ആശയത്തിൻ്റെ ഏറ്റവും കാതലായ ഭാഗം. വാക്കാണ് സത്യം, സത്യമാണ് ഗുരുവാണ് ദൈവം. നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയിൽ ഒരു സത്യസന്ധത ഉണ്ടാകണം. അപ്പം ഞാൻ ഈ വിഷയം പറയുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ സത്യസന്ധമായിട്ട് ഞാൻ പറയണം, അല്ലാതെ എനിക്ക് വെറുതെ പ്രസംഗിച്ചു ഇതാകാനില്ല. അതുപോലെ തന്നെ പൂജ ചെയ്യുന്ന ഒരാളാണ്, ആ പൂജ ചെയ്യുന്ന സമയത്ത് ആ ഒരു പൂജയിലൂടെ ആ പ്രകാശത്തെ സ്വീകരിച്ച് ഈ വരുന്ന ആളുകൾക്ക് ഒരു ഭക്തി ഉണ്ടാകും. വെറുതെ അങ്ങനെ കാട്ടിക്കൂട്ടിയൊരു കാര്യമില്ല. അപ്പം നമ്മളിപ്പോൾ ആഹാരം കൊടുക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു ഒരു ആ ഒരു 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 ആ മഹിമയിൽ തന്നെ കൊടുക്കണം, അല്ലാതെ നമുക്ക് ചോറ് വേണം. പക്ഷെ ഞാൻ ഈ ഭക്ഷണം ഇപ്പോൾ വരില്ലാതെ ദേഷ്യം പിടിക്കരുത്. നമ്മൾ ചെയ്യുന്ന അതിനെന്ത് ചെയ്യണം, ആ സത്യസന്ധമായിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പം നമ്മളൊരു സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ അത് സുഗന്ധരും പുടവാന്ന് പറഞ്ഞില്ല, എന്താ അത് ധരിക്കുന്നവർക്ക് ഒരു സുഖം ഉണ്ടാവണം. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും, അപ്പോൾ നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ പല ജോലിയും ചെയ്യുന്നവരായിരിക്കും, ഓഫീസിൽ പോകുന്നവരായിരിക്കും. അങ്ങനെ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നമുക്ക് എന്തുണ്ടാവണം, അത് സത്യസന്ധമായിട്ട് ചെയ്യണം. ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ത് ചെയ്യണം, അത് കിട്ടുന്ന ഫണ്ടുകൾ വീട്ടിലേക്ക് കൊണ്ടുപോകാതെ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് കൊടുക്കണം. വേണ്ട, ഇപ്പം എല്ലാവരും എന്ത് ചെയ്യുക, ഒരു വീട്ടിലേക്ക് ആദ്യം കൊണ്ടുപോകും. 10 പശുവിനെ കേട്ട് 2 പശു ആദ്യൻ്റെ വീട്ടിലേക്ക് മെമ്പർ വീട്ടിൽ ആകെ 8 പശു ആൾക്കാർ. അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താണ്, നമ്മുടെ പ്രവൃത്തിയിൽ എന്തുണ്ടാവണം, സത്യസന്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. ഏത് കർമ്മമായാലും അത് ചിലപ്പോൾ നമ്മൾ എന്താണ്, ഒരാൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കരുത്. കുറേ കാര്യം അവിടെ വൃത്തിയാക്കാണ്ട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ആൾക്കാർ വന്നിട്ട് ചെയ്യാൻ വിചാരിക്കരുത്. ആ സമയത്ത് വന്നാൽ ആ കർമ്മം നമ്മൾ തുടങ്ങി വെക്കുമ്പോൾ പുറകിൽ ആൾ വരും. മനസ്സിലായി? അങ്ങനെ അനുഭവമില്ലേ? നമ്മൾ 2 ആൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ എന്ത് വരും, ആൾ വരും. അത് ഗുരു അയക്കാം. നമ്മൾ വിചാരിക്കുക ഇത് ഒറ്റയ്ക്കൊന്നും നടക്കില്ല, അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ വരുമ്പോൾ അവിടെ ആളില്ല, ആ സ്ഥലത്ത് നമ്മൾ കയറണം, ഒരാളോട് വരട്ടെ, നമുക്ക് കമ്പനിയായിട്ട് ഒരുമിച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. ചില ആൾക്കാർ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ്, നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് ഇങ്ങനെ ഒരു ഗുരുവിനെ കിട്ടാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഗുരുവാണി ഇവിടെ വായിച്ചു, ഈ കലിയുഗത്തിൽ ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് നമുക്ക് കിട്ടി. പിന്നെ അതിൽ ഒരു
പൂർണ്ണനായ ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് അതിലും ഭാഗ്യമാണ് അല്ലേ, മഹാഭാഗ്യമാണ്. അപ്പോൾ നമുക്കത് രണ്ടും കിട്ടിയില്ല. മനുഷ്യ ജന്മവും കിട്ടി, ഈ കാലത്തിൻ്റെ ധർമ്മത്തെ പുനഃസ്ഥാപിച്ച ആ മഹാത്മാവിനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ വാക്കനുസരിച്ച് വാക്കിനെ സൂക്ഷിച്ച് തെറ്റിക്കാതെ ഗുരു പറയുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിച്ച് നമ്മുടെ കർമ്മവും പ്രാർത്ഥനയും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം. ആശ്രമത്തിലല്ല. ആശ്രമത്തിൽ വന്ന് എല്ലാവരും ഭയങ്കര വെള്ളയും കെട്ട് വന്ന് പാത്രം കഴുകുന്നു, മുറ്റടിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. വീട്ടിൽ പോയാലോ കഴിഞ്ഞ്. ആണുങ്ങളാണ് പ്രത്യേകിച്ച്, പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തന്നെ. പിന്നെ അവരെ ലെവല് മാറി. പിന്നെ വീട്ടിലെത്തിയാൽ നമ്മുടെ രീതിക്കായി അതിങ്ങനെയായി. മറ്റേ പാത്രം ചില വീട്ടിലൊക്കെ അങ്ങനെ പറയാൻ പറ്റില്ല, തുണിയെ കണ്ടാൽ നമ്മളെ ഞെട്ടിപ്പോവും. അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന തുണി നമ്മളെ ഉപയോഗിച്ച് മാക്സിയൊക്കെ എടുത്തിട്ടായിരിക്കും തുടയ്ക്കുന്നത്. ഞാൻ വെറുതെ പറയില്ല കേട്ടോ. ചവിട്ടായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പോയി ചവിട്ടാൻ നോക്കുമ്പോൾ ടീഷർട്ട് എത്രയോ കാലിട്ട് ഞാൻ സന്യാസിമാരൊക്കെ പോകുന്നു. അതൊന്നും ഞാൻ പറയില്ല. സർവ്വസാധാരണ ആശ്രമം പ്രസിഡൻറ്റും ആദരണീയ ഞാൻ സ്വാമിയും വീട്ടിൽ ചെന്നപ്പോൾ ചവിട്ടി കയറിയത് എവിടെയാണെന്ന് അറിയാം? ഒരു ടീഷർട്ട്, നല്ല ടീഷർട്ട്, നല്ല അത് എപ്പോഴാണെന്ന് ഞാൻ പറയില്ല, എവിടെയാണെന്നും പറയില്ല. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചവിട്ടി നോക്കുമ്പോൾ ഞാൻ അത് കുറച്ചേ ചവിട്ടിയുള്ളൂ. കാരണം എന്താ, അവർക്കറിയില്ല. പിന്നെ അടുക്കളയിൽ എന്താണ്, മാക്സി, ബനിയൻ ക്ലോത്തില്ലേ, ബനിയൻ പഴയതാകുമ്പോൾ മുറിച്ചെടുത്ത് തുടയ്ക്കുക. ഇതൊക്കെയാണ്. അതിന് പ്രത്യേക ക്ലാസ് ഞാൻ വേറെ തരാം, ഇതിപ്പോൾ സമയമില്ല. അടുക്കളയിൽ സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഓരോ സെപ്പറേറ്റ് ക്ലാസ്സുകളാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പൂർണ്ണ വായിക്കുന്നത് ടച്ച് ചെയ്തെന്നുള്ളൂ. അപ്പോൾ നമ്മളെ എന്താണ്, നമ്മളങ്ങനെ ഒരു, അപ്പോൾ എന്താ ആ ചെയ്യുന്ന കർമ്മത്തിൽ ഒരു തെറ്റ് ഇത് വരില്ല. സ്വാമിമാർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ഭയങ്കര സന്തോഷമായിരിക്കും. അതൊന്നും ആരും പറഞ്ഞു, അപ്പോൾ ആരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ തെറ്റ് ആ പ്രകൃതിയിൽ നിൽക്കും, മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി അതാണ് സത്യസന്ധത എന്ന് പറഞ്ഞാൽ. സത്യസന്ധത നമുക്ക് അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പഴയതിടേണ്ട, പുതിയതില്ലെങ്കിൽ ഇല്ല, അപ്പം കുഴപ്പമില്ല. നമ്മുടെ ബുദ്ധി പിന്നെ നമ്മളങ്ങനെയാണ് ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൽ പാടില്ല. വെള്ളം ചേർക്കരുത് അല്ലേ? നമ്മുടെ ഗുരുവിൻ്റെ ആശയത്തിലോ കർമ്മത്തിലോ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് വെള്ളം ചേർക്കരുത്, നമ്മുടെ ബുദ്ധി ഉപയോഗിക്കരുത്, മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. പറ്റിയില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, ദൈവമേ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുകയും ചെയ്യുന്നു അല്ലേ? ഞങ്ങളൊക്കെ മീറ്റിംഗ് ഞാൻ എത്തി, ഇവർ വിളിക്കുമ്പോൾ പല സംഘടന ഞങ്ങൾ എത്തും എന്നൊക്കെ പറയും. ചിലർക്ക് കല്യാണം സത്യസന്ധമായി പറയും, ചിലട്ട് ഞാൻ പറയും ഞങ്ങൾ എന്തായാലും വരില്ല, ആരും വരില്ല. അത് ആരോടാ കള പറയുന്നത്? ഗുരുവിനോടല്ല. അപ്പം നമ്മളുടെ ഏത് കാര്യത്തിലും നമ്മളെന്ത് ചെയ്യാം, സത്യസന്ധമായിട്ട് നമ്മൾ പെരുമാറുക. നമുക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ 12:20 അപ്പോൾ നമ്മളിതൊരു നമുക്ക് ഓരോ അടുത്ത മാസം ഉണ്ടാവുമല്ലോ, ഓരോ മാതൃമണ്ഡലത്തിൻ്റെ ഏതെങ്കിലും സമയത്ത് നമുക്കിതിൻ്റെ കൂടുതലായിട്ടുള്ള ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ കുറേ പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? കുറേ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രായോഗികമാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ മീറ്റിങ്ങൊക്കെ വിജയിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു, പോകുന്നു, വീണ്ടും പഴയ ചങ്കരം വീണ്ടും തെങ്ങിന് പോകുന്നു പറഞ്ഞ പോലെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി കളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്ന വരില്ല. നാളെ തന്നെ രാവിലെ എണീച്ച് 4 മണിക്ക് എണീക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാകും, ദൈവമേ എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതാണ് വേണ്ടത്. അപ്പോൾ നാളെ തന്നെ എണീക്കണം എന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷേ ഉള്ളിലൊരു കുറ്റബോധം, ഒരു പശ്ചാത്താപം ഉണ്ടായി. എനിക്ക് ആശ്രമ കാര്യങ്ങൾ എണീക്കുന്ന മാത്രമല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രാർത്ഥനാലയത്തിൻ്റെ കാര്യം നടക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ ആത്മീയതയിൽ ഒരുപാട് തടസ്സങ്ങൾ നമുക്കുണ്ടാവും. അപ്പം അതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് സ്ത്രീകളാണ് അല്ലേ? ഇവർ പറഞ്ഞ അമ്മമാരാണ്, അവരുടെ പ്രാർത്ഥനയ്ക്ക് അത്രയും പ്രാധാന്യമുണ്ട്. കാരണം ആ അമ്മമാരെന്ന് പറയുന്നത് ആദ്യ ഗുരുവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമ്മമാർ വീട്ടിലിരുന്ന് ഈ പുരുഷന്മാരൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ കുറവാണ്. പക്ഷേ സ്ത്രീകളാണ് വീടുകളുടെ വിളക്കായി അവർ പ്രാർത്ഥിക്കുന്ന കാര്യം, ചിട്ടയായ ജീവിതം. ഇനി കുട്ടികളെ കാര്യം ഞാൻ പിന്നെ അടുത്തൊരു ക്ലാസ്സിൽ പറയും. അപ്പോൾ അമ്മമാർ നമുക്ക് ഈ പ്രാർത്ഥനാലയത്തിൻ്റെ തുടങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ഇവിടുന്ന് മാത്രമല്ല, വീട്ടിൽ ശക്തമായി പ്രാർത്ഥിക്കണം. ഇത് ചെയ്തെടുക്കാനൊരു ഭാഗ്യം ഇല്ലേ? അതിൻ്റെ തടസ്സങ്ങൾ മാറിപ്പോകാൻ വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി ഇനി എന്തിനു വേണ്ടിയാണ്? പ്രാർത്ഥനാലയത്തിന് വേണ്ടിയാണ്, മനസ്സിലായില്ലേ? ഇതിൻ്റെ പൂർത്തീകരണം വരെ അത് കഴിഞ്ഞാൽ വേണ്ടെന്നല്ല, നമ്മുടെ മനസ്സിലും നമ്മുടെ ഉള്ളിൽ ഉറക്കത്തിലൊക്കെ ഒരു ചിന്ത മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതെന്താണ്? ഒരു സങ്കല്പത്തിലുള്ള ഒരു പൂർണ്ണമായ സങ്കല്പം. ഇതിപ്പോൾ നമുക്കുണ്ടെങ്കിൽ അതൊരു പൂർണ്ണ സങ്കല്പത്തിൽ ഈ നാടിൻ്റെ ഗുരുപൂജയാണ്, മനസ്സിലായി? സകലതിനെയും അവിടെ ചേർത്ത് വെക്കുന്ന വലിയൊരു കർമ്മമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോഴേക്കും അമ്മമാരാണ് എഴുന്നേൽക്കേണ്ടത്. അവരാണ് കുട്ടികളെ വർത്തിക്കാൻ, ഭർത്താവിനെ ഉന്തി തള്ളി വിടാൻ. ഭർത്താവ് ഞാൻ പോകണ്ടെന്നൊക്കെ പറയുമ്പോൾ അല്ലേ,
പോകുന്നവരുണ്ട്, നേരെ തിരിച്ചുമുണ്ട് ചില സ്ത്രീകൾ. അപ്പം പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഗുരുവിൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ആഗ്രഹത്തെ ഈ പൂർത്തീകരിച്ചെടുക്കാൻ മാതൃമണ്ഡലത്തിൻ്റെ ശക്തമായ പ്രവർത്തനം നമുക്ക് വേണം. ആശ്രമത്തിൽ ഇപ്പം ദൈനംദിന കാര്യങ്ങളിൽ ഞാൻ ഇവിടെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. വടകരയൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ 2-3 സ്ത്രീകൾ എല്ലാ ദിവസവും ഓരോ യൂണിറ്റിൽ നിന്ന് വരും. അവർ രാവിലെ 9 മണിക്ക് വന്ന് കറിക്കരിഞ്ഞ് മുറ്റം വൃത്തിയാക്കി പാത്രം കഴുകി അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം തിരിച്ചു പോകും. അപ്പോഴെന്താണ് ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ കുറേ അവിടെ അവർക്ക് ആശ്രമത്തിൻ്റെ കാര്യങ്ങൾ നടക്കാൻ ആരുമില്ലെങ്കിൽ നടക്കും. അത് പ്രമോദയുടെ ഒറ്റക്കാരിയല്ലേ, നമ്മൾ ആരെങ്കിലും പോയി ചെയ്യും. പക്ഷേ ഇത് ചെയ്യാൻ വേണ്ടി ഗുരു തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇത് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു അവകാശം നിങ്ങൾക്ക് കിട്ടില്ല. മനസ്സിലായില്ലേ? ഇതിപ്പോൾ ആര് ഇവിടെ നമ്മളാരും ഇല്ലെങ്കിലും ഇപ്പം നമ്മളൊക്കെ സന്യാസിച്ച് പോയപ്പോൾ എല്ലാ കാര്യവും ഇവിടെ നടന്നില്ലേ? അതാണ് സ്വാമി ഇന്നലെ പറഞ്ഞത്. അതൊക്കെ നടന്നു പോകും. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നല്ല നിമിഷം പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടൂല. ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, നാളെ അത് കിട്ടിയോ? ഇന്ന് പാത്രം കഴിയേണ്ട നാളെ കഴിയാൻ കിട്ടൂല. അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ആളുണ്ടോ, അവിടെ ആ മനുഷ്യൻ ഒറ്റയ്ക്കാണ്. ഇനി ആശ്രമത്തിൻ്റെ പണിയടക്കം ഒരുപാട് പണിക്കാരിവിടെ വരും. ജോലി ചെയ്യാൻ അവർക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? 10-25 പണിക്കാരുണ്ടാവും. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ആഹാരം കൊടുക്കണമെങ്കിൽ അതിൻ്റെ സപ്പോർട്ടീവായ കുറേ കാര്യങ്ങൾ ചെയ്യും. എല്ലാവരും നമുക്ക് പൈസയ്ക്ക് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അതൊരു കർമ്മ സ്വഭാവം ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇനി എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു തീരുമാനമാക്കണം. എല്ലാ ദിവസവും 2, ഏറ്റവും കുറഞ്ഞ 2, അതിൽ കുറയാൻ പോകാം, 2 പേരെങ്കിലും വേണം മിനിമം. അപ്പോൾ 2 സ്ത്രീകൾ ഓരോ യൂണിറ്റിൽ നിന്ന് ആഴ്ചയിൽ ഒരു തവണ വന്നാൽ മതി. അവർ പിന്നെ അടുത്ത ആഴ്ച ആ യൂണിറ്റ് വരുമ്പോൾ വേറെ ആൾ വന്നാൽ മതി. അപ്പോൾ മാസം ഒരിക്കലൊക്കെ അവർക്ക് വരേണ്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആശ്രമം ലൈവായിരിക്കും. മനസ്സിലായില്ല? അപ്പോൾ പ്രാർത്ഥിക്കാൻ ഇവിടെ ആളുണ്ടാവും. 12-ന് അല്ലേ 9 മണിക്ക് പോകും. അപ്പോൾ നമുക്ക് എന്തായി ആ മാതൃമണ്ഡലത്തിൻ്റെ ഒരു കർമ്മം ആ രീതിയിൽ വരണം. അത് നിങ്ങൾ ചർച്ച ചെയ്യുക. ഞാനൊരു ഇത് പറയുകയാണ്, അത് നമുക്ക് നിവർത്തി കൊണ്ടുവരണം. അതുപോലെ മാതൃമണ്ഡലത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമുക്കിനി എന്താ പറയുക വളരെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയും. അതിനുള്ള എല്ലാ കഴിവുള്ള ആളുകളാണ് ഇരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ അവർക്ക് പല കാരണം കൊണ്ട് വരാൻ പറ്റാത്തതാണ്. നമ്മൾ അവരെയും കുറ്റം പറയില്ല, പല സാഹചര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അവരെയും നമുക്ക് ഇത് പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂട്ടായ്മ. അപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ വരേണ്ട, പക്ഷേ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഈ സത്സംഗത്തിൽ വന്ന് അവർക്ക് വരാതെ പോയവർക്ക് എന്താണ് അത് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അതിനപ്പുറത്തേക്ക് ഗുരുവിൻ്റെ ഒരു സ്നേഹം ഇവിടെ കിട്ടും. വാക്കുകളല്ല, ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഉപരിയായിട്ട് ഇത് കാണുന്ന ഗുരു ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? ഗുരുവിന് എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ സന്തോഷം നമുക്കും പകർന്നു കിട്ടും. അങ്ങനെ ഞാൻ ഇവിടെ ഈ ഒരു സത്സംഗത്തിൽ എന്തായാലും ഗുരുവിൻ്റെ ഒരു കാരുണ്യമായി ഇങ്ങനെ ഇതിൻ്റെ ആദ്യത്തെ നേരത്തെ വേറെ സൂചിപ്പിച്ചു, ആദ്യത്തെ ഒരു പൊതു മീറ്റിംഗാണ്, ഒരു സംഘടനാപരമായിട്ടുള്ള. അതിനും ഗുരു മാതൃമണ്ഡലത്തിനെയാണ് തിരഞ്ഞെടുത്തത്. അതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും നമുക്ക് ഒരുമിച്ച് ഇനിയുള്ള യാത്രയിൽ തോട് ചേർന്ന് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഗുരുവിലേക്ക് അർപ്പിച്ചുകൊണ്ട് നമ്മളെ ഒരു നിയോഗമായി ഇങ്ങനെ അയക്കുന്നതാണ്. എല്ലാവരുടെയും എന്താണ് അത് മാതൃമണ്ഡലമെന്നല്ല, എല്ലാ സംഘടനകളുടെ കൂട്ടമായ ഒരു ശ്രമത്തിലൂടെ നമുക്കിവിടെ ഒരു ഗുരുവിൻ്റെ പ്രാർത്ഥനകളും നമുക്ക് ചെയ്ത് പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയാണ്. മനസ്സിലായില്ല? അപ്പോൾ അതിനുള്ള സപ്പോർട്ട് കുറേ കർമ്മങ്ങളുണ്ടാവും നമുക്ക്. ഈ കറിക്കരിയിൽ മാത്രമല്ല, കുറേ ആളുകൾ വേണം. കാരണം എന്താ, നമുക്ക് അത്രയും എന്താണ് കർമ്മം ചെയ്യാൻ അവസരം കിട്ടുകയാണ് അല്ലേ? പണിക്കാരെ വെച്ചാൽ അവർക്ക് നമ്മൾ പൈസ കൊടുത്ത് ചെയ്യിക്കുക. മെയിനായിട്ടുള്ള പണിക്കാരെ വിളിക്കുകയും ബാക്കി സപ്പോർട്ടീവായിട്ടുള്ള ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇത് ഉയർത്തുമ്പോൾ നമ്മുടെ വേർപ്പ് അതിലുണ്ടാവും. മനസ്സിലായില്ലേ? നാളെ ഈ നാട് മുഴുവൻ വന്ന് ഗുരുവിൻ്റെ ആ പ്രാർത്ഥനത്തിൽ പന്നശാല ഗുരു അങ്ങനെയല്ലേ ജയിച്ചേ, സാരണമന്ത്രി അങ്ങനെയല്ലേ ജയിച്ചേ. അപ്പോൾ അവിടെ പോയി നിൽക്കുമ്പോൾ ഒരു ആത്മനിർവൃതി ഉണ്ടാവും നമുക്കുമല്ല വരുന്ന ആളുകൾ. കാരണം എന്താ, ഇത് വെറും വേർപ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, അല്ലാതെ പൈസ കൊണ്ട് പണിക്കാരെ മാത്രം വെച്ചിട്ടല്ല. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും പൂർണ്ണമായ ഒരു എന്താ പറയുക പങ്കാളിത്തം എല്ലാം ഉണ്ടാകണം. എല്ലാവർക്കും എല്ലാവിധ നന്മകളും എല്ലാവിധ കാരുണ്യവും ഗുരുവിൽ നിന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. സന്ദേശം